എന്നെ ഇപ്പോൾ പരിചയപ്പെടുത്തി. കണ്ണൂരുകാരനെ നമുക്കാണ് പരിചയപ്പെടുത്തിയത്. പക്ഷെ ഞാൻ ഒരു വയനാട്ടുകാരനാണ്. വയനാടാണ് എൻ്റെ വീട്. ഈ ബിസിനസ്സിലേക്ക് കടന്നു വന്നിട്ട് ഏകദേശം 10 വർഷം കഴിഞ്ഞു. 10 വർഷം മുമ്പേ എന്തായാലും പരിപാടിയൊക്കെ ചോദിച്ചാൽ എല്ലാവർക്കും ജീവിതത്തിൽ സക്സസ് ആവണം, രക്ഷപ്പെടണം എന്നുള്ളത് ആഗ്രഹം ഉണ്ടാവില്ലേ? ഞാനൊരു ട്രെയിനിങ്ങോ കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി വന്നതല്ല. പിന്നെ കോട്ട് സൂട്ടൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് സാധാ ലോറി ഡ്രൈവറിൽ നിന്ന് എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ തിരിച്ചറിവ് കൊണ്ട് ഉണ്ടാക്കിയ മാറ്റങ്ങൾ, ആ തിരിച്ചറിവിൽ നിന്ന് എന്റെ ജീവിതം തന്നെ മാറ്റി മറിക്കാൻ പറ്റിയ ഒരു അവസരം, അതാണ് അത് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മളെല്ലാവരും ഭാഗ്യവന്മാരാണ് അല്ലേ? ആണോ? ആണ്. കാരണം നമ്മൾ കേട്ടിട്ടുണ്ട്, സ്കൂൾ പഠിക്കുമ്പോഴൊക്കെ പഠിച്ചിട്ടുണ്ട്, ലക്ഷക്കണക്കിന് ബീജങ്ങളോട് മത്സരിച്ച് അതിലൊരു ബീജമായ നമ്മൾ ജന്മപ്പെടുത്തി ഭൂമിയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വിജയിയാണ്. ശരിയല്ലേ? നമ്മളൊരു ഭാഗ്യവാനാണ്. ആണല്ലോ. നമുക്ക് നമ്മുടെ പ്രാർത്ഥന, നമ്മൾ വിശ്വസിക്കുന്ന ഏത് ദൈവമാവട്ടെ, ആ പ്രാർത്ഥന ദൈവം കേട്ടതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഇല്ലേ? നമ്മൾ ചിന്തിച്ചു നോക്കി, ഒരുപാട് പേർക്ക് ഈ ഭൂമിയിൽ ഇന്നുവരെ ഒന്നും കാണാൻ പറ്റാത്ത ആളുകളുണ്ട്. അവരുടെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്തായിരിക്കും? ദൈവമേ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലേ? എത്രയോ പേർക്ക് ചെവി കറക്റ്റായിട്ട് കേൾക്കാത്ത ആളുകളുണ്ട്. ഒന്ന് എന്തെങ്കിലും ഒരു ശബ്ദം കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന വീട്ടിലെ അമ്മയും കൂടി എന്റെ ചെറുതിലെ തന്നെ കൈപിടിച്ച് കൊണ്ടുപോയി ജീവിതത്തിൽ സക്സസ് ആവാൻ ഒരു സ്ഥലത്ത് കൊണ്ടുവിട്ടിട്ടുണ്ട്. നിങ്ങളങ്ങനെ കൊണ്ടുവിട്ടിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ട്. അപ്പൊ ഞാൻ എന്നെയും കൊണ്ടുവിട്ടു, നിങ്ങളെയൊക്കെ കൊണ്ടുവിട്ടു. പക്ഷെ അവിടെ ചെന്നപ്പോ എന്നോട് പറഞ്ഞു, മോനെ ജീവിതത്തിൽ വിജയിക്കണം, അതിനെന്ത് വേണം? നന്നായി പഠിക്കണം. നന്നായി പഠിച്ച് നല്ല മാർക്ക് മേടിച്ചാലേ നല്ലൊരു ജോലി കിട്ടും. അതുകൊണ്ട് എന്ത് വേണം? നന്നായി പഠിക്കാൻ വേണം. അപ്പൊ ജീവിതത്തിൽ വിജയിക്കാൻ സ്കൂളിൽ പഠിച്ചാൽ മതി എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ സ്കൂളിൽ പോകാൻ തുടങ്ങി. 1ാം ക്ലാസ് തൊട്ട് അങ്ങോട്ട് തുടങ്ങി. അപ്പൊ 1ാം ക്ലാസ്സിൽ തന്നെ നമ്മൾ ആദ്യമേ പഠിക്കുന്ന കാര്യം എന്താ നമുക്ക് അറിയാമോ? ആ തൊട്ടങ്ങോട്ട് തുടങ്ങിയിട്ട് അവസാനം നമ്മൾ കൂട്ടിയിടുന്ന ആദ്യം പഠിക്കണം എന്താ? നമ്മളെ പഠിച്ചില്ലേ? എന്താ പഠിക്കുക? അവിടുന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ മോൾക്ക് അതൊരു ഐഡിയ കിട്ടിയിട്ടില്ല. എന്തായാലും ആദ്യമായിട്ട് നമ്മൾ പറയാം, എഴുതി കൂട്ടിയെടുത്തൊരു പേരാണ് തറ. സത്യത്തിൽ അമ്മ എന്നാണ് എഴുതിയത്. ആദ്യമായിട്ട് നമ്മൾ സ്കൂളിൽ പോയിട്ട് കൂട്ടിയെടുത്തത് ഏതാണ്? തറ അല്ലേ? ഞാൻ അവിടെ ഓരോ 1ാം ക്ലാസ് കഴിഞ്ഞ് 2ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴേക്കും വിചാരിച്ചു ഇപ്പോഴും നന്നായിട്ട് വിജയിക്കാൻ പഠിപ്പിക്കുന്നത് വിചാരിച്ചു. പക്ഷെ ഓരോ ക്ലാസ് കഴിയുമ്പോഴും അവർ പഠിപ്പിച്ചത് ഈ വർഷം എങ്ങനെ നല്ല മാർക്ക് മേടിക്കാന്ന് മാത്രമാണ്. ജീവിതത്തിൽ വിജയിപ്പിക്കാൻ അവർ പഠിപ്പിച്ചിട്ടില്ല എന്നതാണ് സത്യം. ശരിയല്ലേ? അങ്ങനെ 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴേക്കും എനിക്ക് മടുത്തു. 8ാം ക്ലാസ്സിൽ ബാബാരിയിലൊക്കെ സിനിമ ഇറങ്ങുന്ന സമയത്ത് ക്ലാസ് കയറാതെ സിനിമയ്ക്ക് പോകുന്നു. ഒരു 13 ദിവസം അടിപ്പിച്ച് പോകാതായപ്പോൾ എന്റെ അച്ഛനോട് ആരോ വിളിച്ചു പറഞ്ഞു, മോ ക്ലാസ് കൂടിയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് എന്നെ പൊക്കിയെടുത്ത് പ്രിൻസിപ്പളിന്റെ മുമ്പ് കൊണ്ടുപോയി. ഞാൻ ഈ പറയുന്നത് ഞാൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ചെറിയ സൂചന തന്നെയാണ്. പ്രിൻസിപ്പളിന്റെ മുമ്പ് കൊണ്ടുപോയപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു, ഇവനൊന്നും ഒരു കാലം രക്ഷപ്പെടാൻ കൂടിയില്ല. രക്ഷപ്പെടാൻ മാത്രമല്ല, ഈ 10-13 ദിവസം ക്ലാസ് പോകാതെ ക്ലാസ് കയറാതെ ഇവനൊക്കെ ഇനി എങ്ങനെയാ വിജയിക്കാൻ പോകുന്നത്, രക്ഷപ്പെടാൻ പോകുന്നത് ചോദിച്ചപ്പോൾ എനിക്കൊരു ഡൗട്ട്. ഇനി അഥവാ ഈ 13 ദിവസമാണ് വിജയിക്കാനുള്ളത് പഠിപ്പിച്ചതെങ്കിലും വിചാരിച്ച് ഞാൻ 8ാം ക്ലാസ് ഒരു കൊല്ലം കൂടി ടീച്ചറോട് പറഞ്ഞു, അതും കൂടി പഠിച്ചിട്ട് ഞാൻ അടുത്ത കൊല്ലം പോയിക്കോളാം എന്നൊരു കൊല്ലം കൂടി അവിടെ ഇരുന്ന് അതും പഠിച്ചെടുത്തിട്ടാണ് 9ാം ക്ലാസ് ഇറന്ന് 10ാം ക്ലാസ് എത്തി. 10 കഴിഞ്ഞ് +1 +2 ഒക്കെ +1 അല്ലാതെ VDC. ഇതൊക്കെ കാണാൻ ഒരു കാര്യം മനസ്സിലായി, വിദ്യാഭ്യാസം കൊണ്ട് ജീവിതത്തിൽ സക്സസ് ആവാൻ പഠിപ്പിക്കുന്നില്ല. ഓരോ ക്ലാസ്സിലും എത്രത്തോളം നല്ല മാർക്ക് മേടിക്കാനാണ് പഠിപ്പിക്കുന്നത് മനസ്സിലായപ്പോൾ വീടിന് മുന്നിൽ ലോറി ഉണ്ടായിരുന്നു. എന്നും ഇങ്ങനെ ലോറിയിലേക്ക് നോക്കിയിരിക്കും. ആ ഡ്രൈവറിൽ ഇരുന്ന് വന്ന് വണ്ടി എടുത്ത് പോകുമ്പോൾ ഞാൻ ക്ലാസ്സില്ലാത്ത സമയത്ത് അതിനകത്ത് കയറിയിരിക്കും. അപ്പൊ അതിലിങ്ങനെ പോകുമ്പോൾ അവര് മുതലാളിയുടെ മുന്നിലുള്ള പരിഗണനയിൽ എനിക്ക് സ്റ്റെയറിംഗ് പിടിക്കാൻ പഠിപ്പിച്ചു തന്നു. പതുക്കെ അത് ഓടിക്കാൻ തുടങ്ങിയപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ അത്ഭുതത്തോടെ, കൂടെ പഠിക്കുന്നവരൊക്കെ സൈക്കിളിൽ പോകുമ്പോൾ നമ്മൾ ലോറി പഠിക്കും. അപ്പൊ എല്ലാവരും അത്ഭുതത്തോടെ നോക്കിയപ്പോൾ ഞാൻ ചിത്രത്തോ വലിയ സംഭവമാണ്. അതോടുകൂടി എനിക്ക് ജീവിതമാർഗമായിട്ട് എന്നെ സ്വീകരിച്ചു. ഏകദേശം 16 വർഷം വണ്ടിയുടെ ഡ്രൈവറായിട്ട് ക്ലിയറായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബിസിനസ് അവസരം എൻ്റെ അടുത്തേക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി എൻ്റെ സുഹൃത്ത് വരുന്നത്. ഒരുപക്ഷെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തന്നെ ജീവിതത്തിൽ സക്സസ് ആവാനായിരിക്കില്ലേ സ്റ്റാർട്ട് ചെയ്യാൻ? ശരിക്കും സക്സസ് ആവണമെങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കണേ, സക്സസ് ആവണമെങ്കിൽ എന്ത് കിട്ടിയാൽ സക്സസ് ആവും? നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നില്ലേ സക്സസ് ആവണം? ഇല്ലേ? ദൈവമേ എനിക്ക് രക്ഷപ്പെട്ടെ, ദൈവമേ അതിനുള്ള ഒരു മാർഗം കാണിച്ചാൽ പ്രാർത്ഥിക്കാറില്ലേ? അപ്പൊ എങ്ങനെയാണ് എന്ത് കിട്ടിയാലും സക്സസ് ആവുക? പണം അല്ലേ? പണം
പണം എത്ര കിട്ടിയാൽ സക്സസ് ആവും? പണം കിട്ടണമെന്ന് ആഗ്രഹിക്കാറില്ലേ സാർ? പക്ഷെ എത്ര കിട്ടണമെന്ന് ആഗ്രഹിക്കാറുണ്ടോ? ഹലോ, ഇല്ലേ? പണം കിട്ടിയാൽ രക്ഷപ്പെടും. പക്ഷെ എത്ര പണം കിട്ടിയാൽ രക്ഷപ്പെടും? കൺഫ്യൂഷനായി. ലിമിറ്റ് ഇല്ല. അതായത് നമ്മളെ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ എത്ര വലുതാണോ അത്രയും പണം കിട്ടണം, അല്ലേ? ശരിക്കും ലൈഫിൽ സക്സസ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്നത് മണി ഫ്രീഡം, ടൈം ഫ്രീഡം എന്ന് പറഞ്ഞ രണ്ട് സംഭവങ്ങൾ ഒരുമിച്ച് കിട്ടുന്ന ഒരു വ്യക്തിയാണ് ലൈഫിൽ സക്സസ് ആവുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാവരും. കാരണം മണി ഫ്രീഡം കിട്ടാൻ ടൈം ഫ്രീഡം കിട്ടുന്ന പറഞ്ഞാൽ എന്തൊരു സാധനം മേടിക്കാൻ പോകുന്ന സമയത്തും അതിന്റെ വില നോക്കാതെ മേടിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹം. ശരിയല്ലേ? നമ്മളിപ്പോ അങ്ങനെയാണോ മേടിച്ചുകൊണ്ടിരിക്കുന്നത്? ഹലോ, നമ്മളൊരു തുണിക്കടയിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ നല്ലൊരു തുണി ഷോപ്പിലൊക്കെ കയറി ഒരു ഷർട്ടോ മുണ്ടോ അല്ലെങ്കിൽ ജീൻസോ അല്ലെങ്കിൽ ഒരു ചുരിദാറോ എടുക്കാൻ പോണ രംഗം ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ തുണിക്കടയാണ്. എല്ലാവരും വ്യത്യസ്ത സ്ഥലത്ത് നിന്നായിരിക്കും, അല്ലേ? ഇപ്പൊ കല്യാണം അറിയാമോ? കല്യാണ സീസ് അവിടെ നമ്മളൊരു തുണി എടുക്കാൻ വേണ്ടി ചുരിദാർ എടുക്കാൻ കയറിയാൽ കയറുന്ന ചേച്ചിക്ക് നടപ്പും ഭാവവും ഒക്കെ കാണുമ്പോൾ തന്നെ സെയിൽസിൽ നിൽക്കുന്ന ആളൊന്നും കേട്ടോ. നേരെ ചെന്നിട്ട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഒരു ചുരിദാർ നോക്കട്ടെ അല്ലെങ്കിൽ ഒരു സാരി നോക്കട്ടെ എന്ന് പറയും. ശരിയല്ലേ? അവരൊരു സാരി എടുത്തിടുമ്പോ തന്നെ നമുക്ക് അതിന്റെ കളറൊക്കെ ഇഷ്ടപ്പെടും. ശരിയല്ലേ? എന്നിട്ട് അതൊന്ന് നൂർത്തിയൊക്കെ നോക്കും. കാരണം അവർക്കുള്ള പണിയാണ്, പിന്നെ മടക്കി വെക്കുക. നമ്മൾ പക്ഷെ നൂർത്തിയതിനു ശേഷം അവരെ കാണാതെ നമ്മളൊരു സ്ഥലത്ത് നോക്കില്ലേ? ആരും കാണാതെ നോക്കുക. അത് നോക്കിയത് മറ്റൊരു പോലെ അതിന്റെ സെയിൽസിൽ കിട്ടുന്നതിന് അറിയാതെ നോക്കുക. നോക്കി കഴിഞ്ഞിട്ട് ഒരു ഇതിന്റെ കളർ അത്ര പോരാ, ഇതൊന്നും മാറ്റി വേറെ തരുമല്ലോ. അപ്പൊ എന്താ കാരണം? ഇതിന്റെ വില 6000. അപ്പൊ അവർ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു 4000 ഉള്ളത് 4000 ഉള്ളത് തരുമ്പോൾ നമ്മൾ വീണ്ടും അതിന്റെ വില ഒന്നും കൂടി നോക്കും. അപ്പൊ നമ്മളത് ഇതിന്റെ സ്റ്റിച്ചിങ് ശരിയല്ലാന്ന് പറയും. പിന്നെ അവർ പിന്നെ ഒന്നും കൂടി എടുത്തിട്ട് വരും, ഒരു 3000-2000 വരും. ശരിയാണോ? അവസാനം നമ്മൾ വീണ്ടും മാറ്റാൻ പറയുമ്പോൾ അവരൊരു ചോദ്യമുണ്ട്, എത്ര വരെ പോകാം? എത്ര നമ്മളെയുള്ള പൈസയ്ക്ക് അനുസരിച്ചാണല്ലോ, അല്ലേ? അപ്പൊ ഇങ്ങനെ അല്ലാതെ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ എന്ത് ആഗ്രഹിക്കുന്നോ അത് മേടിക്കാൻ പണം ഒരു പ്രശ്നമല്ലാതെ. ചെയ്യുന്നതിന് മുമ്പേ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. ക്രിക്കറ്റ് കളിക്കുന്ന സമയത്ത് ഒരു ദിവസം കളിക്കുന്നതിനിടയ്ക്ക് നമ്മൾ ഈ ടി വിയിൽ ഇങ്ങനെ കളി കാണാറില്ലേ? അപ്പൊ അന്നത്തെ കാലത്ത് ഞാനൊക്കെ കളിക്കുന്ന ആ സമയത്ത് ക്രിക്കറ്റ് ജോഡി റോഡ്സ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇന്ത്യയിൽ റോബിൻസിംഗ് എന്നൊക്കെ പറഞ്ഞ കുറെ കളിക്കാരുണ്ട്. ഇവർ ഈ പന്തിന് പുറകെ പറന്നു പോയിട്ട് പിടിക്കുന്നതാണ്. ഈ കണ്ട ആവേശത്തിൽ ഞാൻ ഗ്രൗണ്ടിൽ കിടന്ന ഒരു ദിവസം പറന്നു. അവര് പുല്ലുള്ള ഗ്രൗണ്ടിൽ, ഞാൻ കല്ലുള്ള ഗ്രൗണ്ടിൽ. വ്യത്യാസം ഞാൻ വീണ് കഴിഞ്ഞപ്പോഴേക്ക് കയ്യിന്റെ ഷോൾഡർ താഴെ പോയി. ഇത് ഇടയ്ക്കിടയ്ക്ക് തെറ്റാൻ തുടങ്ങിയപ്പോൾ ഇതൊന്ന് കെട്ടി ഉറപ്പിക്കാൻ വേണ്ടി മാനന്തവാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വൈദ്യുതി എടുത്ത് പോയിട്ട് കെട്ടി ഉറപ്പിക്കാൻ അവിടെ ചികിത്സയിൽ ഇരിക്കുന്ന സമയത്താണ് എന്റെ സുഹൃത്താണ്, ഏകദേശം 10-12 വർഷത്തെ പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് കമ്പനിയുടെ WTC ബോർഡ് എക്സിക്യൂട്ടീവ് സോമകുമാറാണ്. അതേപോലെ ഒരു സ്ഥലം വിളിക്കുന്നു, ക്രിയേഷൻസിന് എവിടെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ചികിത്സയിലെന്ന് പറയും. മുമ്പേ കണ്ണൂരിൽ, ഞാൻ വയനാട്ടിലാണ്. അപ്പൊ ചികിത്സയിലെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആണോ എന്താ പറ്റിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ വരുന്നില്ലെന്നും എനിക്ക് നിന്നെ കാണണമെന്നു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷിച്ചു. ഈ പരിപാടി ആണെന്ന് കേൾക്കാൻ നിന്നു. പ്ലാനൊക്കെ എനിക്ക് പറഞ്ഞു. ഇപ്പൊ ഇവിടെ ആദ്യമായിട്ട് പ്ലാൻ കേട്ടവർക്ക് എന്ത് തോന്നി? ആദ്യമായിട്ട് കേട്ടപ്പോ നിങ്ങൾക്ക് ആദ്യമായിട്ട് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നി? ഇതിന്റെ പ്ലാൻ കേട്ടപ്പോ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം, ഇത് ആളെ പിടിക്കുന്ന പരിപാടിയാണ്, അല്ലെ? എന്നാൽ നമുക്ക് തോന്നുന്നൊരു കാര്യം, ഇത് സോപ്പ് വേസ്റ്റ് ഇത് വേഗം തൂക്കി വീട് വിടാതെ ചേച്ചി ചേട്ടാ ഒരു സോപ്പ് എടുക്കുമോ ഒരു വേസ്റ്റ് എടുക്കുമോ പറഞ്ഞൊരു പരിപാടിയാണ്. ശരിയല്ലേ? ഹലോ, പിന്നെ നമുക്ക് തോന്നുന്നു ഇത് മണി ചെയിൻ അല്ലേ? ഇതൊക്കെ തന്നെയായിരുന്നു എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ പക്ഷെ ഇദ്ദേഹത്തിനോട് ഞാനത് പറഞ്ഞാൽ ഇദ്ദേഹം എന്നെ വിടില്ലാന്നുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ ചികിത്സ കഴിയട്ടെ എന്നോട് നോക്കാൻ പറഞ്ഞു. പക്ഷെ ആ ചികിത്സയിൽ ഇരിക്കുമ്പോൾ 4 പ്രാവശ്യം അദ്ദേഹം എന്നെ കാണാൻ വന്നു. 4 പ്രാവശ്യം എന്നോട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. 4ാമത്തെ പ്രാവശ്യം എന്നെ കണ്ട് പോകുന്ന സമയത്ത് എന്നെ കുറെ വഴക്കൊക്കെ പറഞ്ഞിട്ടാ പോണേ. അപ്പോഴും ഞാൻ പറഞ്ഞു, ഒന്ന് ഇറങ്ങേണ്ട സമയത്താ, ഞാൻ ഇറങ്ങിയിട്ട് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. കാരണം ഞാൻ എന്തുകൊണ്ട് അത് കേൾക്കുന്നില്ല എന്ന് ചോദിച്ചാൽ, ഞാൻ ആ സമയത്ത് എനിക്ക് 2 ടിപ്പറുണ്ട്. അതിലൊരു ടിപ്പറിൽ ഞാൻ പോകുന്നുണ്ട്. ഏകദേശം ഒരു ദിവസം 1000-1500 രൂപ കൂലി ഉണ്ടാക്കുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ല, വണ്ടി കച്ചവടം, സ്ഥല കച്ചവടം അതൊക്കെ അത്യാവശ്യം വരുമാനം ഉണ്ടാക്കി മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു സോപ്പ് വേസ്റ്റ് മുക്കാൻ പോലുള്ള കാര്യമുണ്ടോ? ഹലോ, ഇല്ലല്ലോ. അപ്പൊ ഞാൻ ആ ഒരു മൈൻഡോട് കൂടിയിട്ട് എനിക്കൊരു മേഖലയുണ്ട്, എനിക്കൊരു വരുമാനമുണ്ട്, ഞാൻ അതുകൊണ്ട് എന്റെ കുടുംബം പോറ്റുന്നുണ്ട്, പിന്നെ എന്തിനാ ഞാൻ ഇതിന്റെ പുറകെ പോകാനാണ് ചിന്തിച്ചത്. ഇതിലെന്താ സംഭവിച്ചത് പറഞ്ഞാൽ അദ്ദേഹത്തോട് ചോദിച്ചു, പ്രിയേട്ടാ നിങ്ങൾ ടൗണിൽ പോകുന്നുണ്ടോ? അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റിയാണ് ഏട്ടാ? ടൗണിൽ പോകുന്നുണ്ടെങ്കിൽ എനിക്കൊരു സാധനം മേടിച്ചുകൊണ്ട് തരണം. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ വേണ്ടത്? അപ്പൊ അവര് പിന്നെ പറഞ്ഞു കൊണ്ടുതരുമോ? അപ്പൊ ഞാൻ കൊണ്ടുതരാം. അവസാനം മുമ്പിൽ മറുപടി പറഞ്ഞു, അല്ലേ വേണ്ട, ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ കൊണ്ടുതരില്ല.
പിന്നെ ചോദിച്ചപ്പോൾ എനിക്കൊരു ഡൗട്ട്. കാരണം എന്താണെന്നറിയോ, എന്തായാലും ഈ ചോദിക്കുന്നത് ഞാൻ കൊണ്ട തരില്ലാന്ന് മുമ്പിൽ വേണമെങ്കിൽ ഒരു കാരണമുണ്ട്. അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ പേര് തെളിഞ്ഞു. കാരണം എന്താ, ഭാര്യ ഭർത്താവ് കൂടി വഴക്കിട്ട ഭർത്താവ് എങ്ങടെ പോവാ? ഹലോ, അതൊരു താളത്തിൽ വരുന്നൊരു വാഹനം ഏറെക്കുറെ അവിടെ ഇവിടെയൊക്കെ ഒരുപോലെ തന്നെയാണ്. ശരിയല്ലേ? അപ്പൊ ഞാൻ ആ ഒരു മൈൻഡ് വെച്ചിട്ട് ഞാൻ ചോദിച്ചു, കണ്ടേട്ടാ നിങ്ങൾക്ക് ഏത് ബ്രാൻഡാ വേണ്ടേ പറ. അപ്പൊ അങ്ങനെ ചോദിച്ചാൽ പ്രശ്നം കഴിഞ്ഞത്. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി, ഏത് ബ്രാൻഡായാലും കുഴപ്പമില്ല, കുടിച്ചാൽ മരിക്കണം. അപ്പൊ ഞാൻ പിന്നെ ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞേ? ഞാൻ ശരിക്കും ഷോക്കായി. എന്താ പറയണമെന്ന് വെച്ചപ്പോൾ മൂപ്പര് എന്നോട് പറഞ്ഞു, വേറെ നല്ല പ്രിയ ചേട്ടാ, ഞാനിങ്ങനെ കിടക്കുന്നത് കൊണ്ട് അവർക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അവൾ ഫുൾ ടൈം എന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ അവളോട് പറയായിരുന്നു ഇന്നലെ, കാരണം എന്താ, എന്നെ വീട്ടിൽ നീ പോ, എന്നെ ഇങ്ങനെ ചാരിറ്റി ചെയ്യുന്ന ആരെങ്കിലും എവിടെയെങ്കിലും കൊണ്ടേ പോയിക്കോളൂ. നീ ജോലിക്ക് പോയിട്ട് കുട്ടികളുടെ കാര്യം നോക്ക്. നീ ജോലിക്ക് പോയിട്ട് കുട്ടികളുടെ കാര്യം നോക്കിയാൽ കുട്ടികളുടെ കാര്യം പ്രശ്നത്തിലാണ്. നന്നായി പഠിക്കും മക്കൾ, പക്ഷെ അവളെ നോക്കാൻ ഒരു രക്ഷയില്ല. അപ്പൊ ഇങ്ങനെ വിട്ടിട്ട് പോകാൻ പറഞ്ഞപ്പോൾ അവൾ വിട്ടിട്ട് പോകുന്നില്ല. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റവും വലിയൊരു ആഗ്രഹം, എനിക്ക് മരിക്കണമെന്നാണ്. അപ്പൊ പ്രിയേഷന് ബോഡി പുണ്യം കിട്ടും. പ്രിയേഷന് എന്ത് ചെയ്യും, എനിക്ക് കുറച്ച് വിഷം കഴിച്ച് കൊണ്ടെത്താം. അപ്പൊ ഞാൻ കുറെ വഴക്കൊക്കെ പറഞ്ഞു. പക്ഷെ വഴക്കൊക്കെ പറയുന്ന കൂടുതൽ മുമ്പിൽ പിന്നെ പറയാൻ തുടങ്ങി, പ്രിയേഷന് അത് കൊണ്ട തന്നാൽ പോരട്ടോ, അതിന് വായ ഒഴിച്ചു തരണം. ഒരു മനുഷ്യൻ ഇങ്ങനെ രണ്ട് കയ്യിൽ കാലം നിവർത്തി ഇങ്ങനെ കിടന്നിട്ട് നമ്മളെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറയാ, നിങ്ങൾക്ക് കോടി പുണ്യം കിട്ടും, കുറച്ച് വിഷം കഴിച്ചിട്ട് വായ ഒഴിച്ചു തരും. എന്നിട്ട് മുമ്പിൽ പറഞ്ഞൊരു വാക്കാണ് ഒരു പക്ഷേ ഞാൻ ഇത്രയും ചിന്തിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതിങ്ങനെയാ പറയുന്നത്, പ്രിയപ്പെട്ട ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ബന്ധുക്കള്, സുഹൃത്തുക്കള്, നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഞാനിന്നൊന്ന് വീട് പോയപ്പോ ഞാൻ എന്റെ കുടുംബത്തിന് പോലും ഒരു ബാധ്യതയാണ്. ഞാനിന്ന് മരിക്കുകയാണെങ്കിൽ എന്റെ ഭാര്യ ജോലിക്ക് പോകും, കുട്ടികളുടെ കാര്യം നടന്നു. പക്ഷെ സ്വന്തമായിട്ടൊന്നും മരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ദൈവമേ നീ എന്നെ കൊണ്ടെത്തിച്ചല്ലോ എന്ന് പറഞ്ഞ് ഉറക്കങ്ങനെ കരയുമ്പോഴും നമ്മൾ കരഞ്ഞാൽ നമുക്ക് കണ്ണുനീരൊക്കാം, ശരിയല്ലേ? പക്ഷെ ഇദ്ദേഹത്തിന് കരഞ്ഞിട്ട് കണ്ണിൽ നിന്ന് കുടുകുടാ വെള്ളം ചാടുമ്പോൾ തലാങ്ങയിലേക്ക് ഇങ്ങനെ തല ചെരിച്ചു പിടിച്ച് നോക്കി പിന്നെയും പറയാണ്, വീട്ടിൽ ഇത് ഞാൻ പറഞ്ഞത് അവൾ അറിയേണ്ടതാണ്. കാരണം എന്താ, ഈ 2.5 വർഷമായിട്ട് കിടന്നുപോയ മനുഷ്യന്റെ ശരീരത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ അദ്ദേഹം സ്ത്രീ നോക്കുന്നുണ്ട്, അവരുടെ ഭാര്യ. അപ്പൊ അവരെയാണ് ഒഴിവാക്കാൻ പറയുന്നത്, അവർ ഒഴിവാക്കുമോ? അപ്പൊ ആ സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കി, ദൈവമേ ഇയാൾ പറഞ്ഞ് ശരിയാണോ? കാരണം ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ എനിക്ക് ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ഉണ്ട്. പക്ഷെ ഞാനൊന്ന് വീണാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ഞാൻ വെറുതെ ഒന്ന് ചിന്തിച്ചു. മറ്റുള്ളവരുടെ വീഴ്ച നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ എത്രയോ ഗാനമേള ഞാൻ പറഞ്ഞതുപോലെ ഫോട്ടോ കാണുമ്പോൾ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, അതിൽ കാണാം വീട്ടമ്മ ഞാനോ അല്ലെങ്കിൽ എന്റെ ഭാര്യയോ അല്ലെ എന്റെ കുടുംബത്തിലാണ് ഒരു ചികിത്സ ഇങ്ങനെ ആവശ്യം വന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഹലോ, നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പക്ഷേ നമ്മൾ ബാങ്കിൽ വെച്ചതൊന്നും മതിയാവാതെ വരും, ശരിയല്ലേ? അപ്പൊ ഞാൻ ചിന്തിച്ചത്, എന്റെ അച്ഛൻ കഴിച്ചു പോയതാണ്, അമ്മ എന്റെ അനിയൻ CRPF-ലാണ്, ചേച്ചി കല്യാണം കഴിച്ചു പോയതാണ്. അപ്പൊ ഞാനത് കല്യാണം കഴിച്ചിട്ടില്ല ഈ ബിസിനസ് കേൾക്കുന്ന സമയത്ത്. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവമേ ഞാൻ ഇതുപോലെ വല്ല അപകടവും പറ്റി, ഒന്നും വേണ്ട, ഒന്ന് ബാത്റൂമിൽ തെന്നി വീണ് തലയിൽ അടിച്ചു പോയാൽ ഞാൻ ഇതുപോലെ ഒന്ന് കിടന്നാൽ ഞാൻ എന്റെ അമ്മയ്ക്ക് ഏറ്റവും വലിയൊരു ബാധ്യതയാവില്ലേ എന്നുള്ള ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നു. ശരിക്കും അമ്മമാർക്ക് മക്കൾ ബാധ്യതയാവോ? ഹലോ, ആവില്ല എന്നാ പറയുന്നത്. ആവുന്നാണോ? ആവും അല്ലേ? ആവില്ല. അമ്മമാർക്ക് മക്കൾ ബാധ്യതയാവോ? ഇല്ല. ഒരു കൂട്ടർ ആവുന്ന പറയുന്നു, ഒരു കൂട്ടർ ഇല്ലെന്ന് പറയുന്നത്. എന്നാലും ഞാൻ പറയാം, തീർച്ചയായിട്ടും ആവും. എങ്ങനെയാവും വെച്ചാൽ എന്റെ അമ്മ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കും. അതെല്ലാ അമ്മമാരും അങ്ങനെ തന്നെയാണ്, ശരിയല്ലേ? അപ്പൊ ഞാൻ കിടന്നു പോയാൽ എന്റെ അമ്മ എന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന സമയത്തും സ്വന്തം കുടുംബത്തിൽ വേണ്ടപ്പെട്ട ഒരു കല്യാണം വീടുകളിലോ വന്നിട്ടുണ്ടെങ്കിൽ എന്റെ ബാക്കി കുടുംബക്കാർ ചോദിക്കുമല്ല, നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിക്കും. എന്റെ അമ്മ പറയുന്ന ഒരു മറുപടി എന്തായിരിക്കും? അമ്മ പറയും, എനിക്ക് വരണമെന്നുണ്ട്, പക്ഷെ ഇവനിങ്ങനെ കിടക്കുന്നത് കൊണ്ട് വരാൻ പറ്റില്ല എന്നുള്ളൂ, ശരിയല്ലേ? അപ്പൊ ശരിക്കും ഞാനൊരു ബാധ്യതയല്ലേ? അന്ന് ഞാൻ തീരുമാനിച്ചു, ഇന്ന് ദൈവം തന്ന ആരോഗ്യം എനിക്കുണ്ട്, നാളെ ഒന്ന് കിടന്നു പോയാലും ജീവിതത്തിൽ മറ്റൊരാൾക്ക് ബാധ്യത ഇല്ലാതെ ജീവിക്കണം. ഈ പറഞ്ഞ നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പ് പറയാൻ പറ്റും, ഞാൻ കിടന്നാലും എന്റെ കുടുംബത്തിന് ബാധ്യത ആവില്ല എന്ന് പറയാൻ പറ്റുന്ന എത്ര പേരും? എല്ലാവരും ഒരേ അവസ്ഥയിൽ തന്നെയാണ്. അന്ന് ഞാൻ ചിന്തിച്ചത് അത് തന്നെയാണ്. അപ്പൊ ഞാൻ തീരുമാനിച്ചു, ആ ബിസിനസ് ഒന്നും കൂടി കേൾക്കണം. കാരണം എന്താ, നമ്മൾ കിടന്നു പോയാലും നമുക്ക് വരുമാനം വരുന്നുണ്ടെങ്കിൽ, നല്ല വരുമാനം നമുക്കുണ്ടെങ്കിൽ, നമ്മളെ ഇപ്പൊ മുഖ്യമന്ത്രിയുടെ അവസ്ഥ നമുക്ക് നോക്കിയാൽ അറിയാം, പഴയ ഒരു ചെത്തുകാരന്റെ മകനാണ് എന്നുള്ള അറിവാണ് നമുക്കൊക്കെ ഉള്ളത്. ഒരു സാധാരണ ചെത്തുകാരന്റെ മകനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വന്ന ചികിത്സയ്ക്ക് അദ്ദേഹം തൊട്ടടുത്ത മെഡിക്കൽ കോളേജ് വരെ എത്തുന്നത്, ശരിയല്ലേ? പക്ഷെ പണം ഉള്ളത് കൊണ്ട് എവിടെ വരെ എത്തി? രാഷ്ട്രീയത്തിലാണിത്. പണം ഉള്ളത് കൊണ്ട് എവിടെ വരെ എത്തി? അമേരിക്കയിലെത്തി. നമുക്കാണ് ആ അസുഖം വരുന്നെങ്കിൽ നമ്മൾ എവിടെ വരെ എത്തും? നമ്മൾ എത്തുന്നത് മെഡിക്കൽ കോളേജോ ഗവൺമെന്റ് ഹോസ്പിറ്റൽ വരെ എത്തും, അല്ലേ? പേര് തന്നെ നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ വരെ എത്തും. അപ്പൊ ഞാൻ ചിന്തിച്ചത് അതാണ്, പണം ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന ഏത് അസുഖത്തിന് എവിടെ ചികിത്സ ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റും. ഇനി പണം മുടക്കിയിട്ടും ചികിത്സിച്ചിട്ടും നമ്മുടെ രോഗം മാറുന്നില്ലെങ്കിൽ ഒരു 2 ജോലിക്കാരെ വെച്ച് അവർക്ക് ശമ്പളം കൊടുത്താൽ ആ ശമ്പളത്തിന്റെ ജോലി അവർ ചെയ്യും. അപ്പോഴും നമ്മൾ മറ്റൊരാൾക്ക് ബാധ്യതയാകുന്നു,
ശരിയല്ലേ? അപ്പൊ തീർച്ചയായിട്ടും പണം നമ്മൾ കിടന്നു പോയാലും വരണം. അതിനെന്ത് മാർഗം? അന്ന് ഈ ബിസിനസ് പ്ലാൻ കേൾക്കുന്ന സമയത്ത് അതിൽ എടുത്തു പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. പാസീവ് ഇൻകം കിട്ടും, പാസീവ് ഇൻകം കിട്ടും. ഹലോ, നമ്മൾ പാസീവ് ഇൻകത്തെ കുറിച്ച് നേരത്തെ കേട്ടിട്ടുണ്ട് അല്ലേ? എവിടെയാണ് കേട്ടുള്ളത്? ഗവൺമെന്റ് ജോലി കിട്ടിയാൽ നമുക്ക് പാസീവ് കിട്ടും. ശരിക്കും എന്താ പാസീവ് ഇൻകം? ഹലോ, 100 പേര് ഇരുന്നിട്ട് ഒരു ചെറിയ സൗണ്ട് പോലും ഉറപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ഒരു ടിക്കറ്റ് എടുത്ത് കേൾക്കുമ്പോഴേ പറഞ്ഞു സാർ അമ്മ അതും ഇതൊക്കെ ചോദിക്കും, നിങ്ങൾ ആരും മിണ്ടിയേക്കരുത് പറഞ്ഞിട്ടുണ്ടാ? ഇല്ലല്ല. ശരി, നമ്മൾ പാസിപ്പിക്കുന്നത് ചിന്തിക്കുന്നത് നമ്മൾ ജോലി ചെയ്തതിന് ശേഷം വയസ്സാകുമ്പോൾ നമുക്ക് എക്സ്ട്രാ കിട്ടുന്ന ഒരു വരുമാനം, ജോലി ചെയ്യാൻ പറ്റാത്ത സമയത്ത് കിട്ടുന്ന വരുമാനം. ഈ ബിസിനസ്സിൽ പാസിപ്പിക്കാം എന്ന് പറയുന്നത് നമ്മൾ വയസ്സായി ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ കൂടി നേരെ നിവർന്ന് നിൽക്കാൻ പറ്റാത്ത സമയത്ത് കിട്ടുന്ന പൈസയല്ല. ആരോഗ്യം നിലനിൽക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ജോലിക്ക് പോയിട്ടില്ലാത്ത സമയത്തും നമ്മളെ അക്കൗണ്ടിലേക്ക് കയറുന്ന ഒരു വരുമാനമുണ്ട്. ആ വരുമാനമാണ് ഇതിന്റെ പാസിപ്പിക്കുക എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും ഞാനിത് കേൾക്കാൻ തീരുമാനിച്ചു. ഞാൻ നേരെ സോമേട്ടനെ വിളിച്ചു. സോമേട്ടനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, സോമേട്ട നിങ്ങളാ പറഞ്ഞ ബിസിനസ് എനിക്ക് ഒന്നുകൂടി കേൾക്കണം, എന്താ മാർഗം? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞു, മറ്റന്നാൾ കൂത്തുപറമ്പിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, നീ ഒന്ന് വരുമെന്ന് ചോദിച്ചു. ഞാൻ വരാൻ പറഞ്ഞു. കാരണം ആ സമയത്തൊക്കെ ഞങ്ങളുടെ ചിന്തകൾ മുഴുവൻ ഇത് മാത്രമായിരുന്നു. കാരണം മറ്റൊരാൾക്ക് ബാധ്യതയാകരുത്, നാളെ ക്ലബ്ബുകാർ എന്റെ ഫോട്ടോ ഒട്ടിച്ച നോട്ടീസുമായിട്ട് നാട് മുഴുവൻ പിരിക്കരുത് എന്നുള്ള ആ ഒരു ചിന്തയോട് കൂടിയിട്ട് ഞാൻ പിറ്റേ ദിവസം ആ ചികിത്സയിലുള്ള സമയത്ത് തന്നെ ഞാൻ ആ മീറ്റിംഗ് എടുക്കാൻ പോയി. ആ മീറ്റിംഗ് എടുക്കുന്ന ആളുടെ പേരായിരുന്നു MS പ്രസാദ് എന്ന് പറയുന്ന. അദ്ദേഹം അവിടെ വന്നു. ആകെ 20 പേരെ ഞാൻ മീറ്റിംഗിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ 20 പേരുടെ ഇടയിലേക്ക് അദ്ദേഹം ഓടിക്കയറി വന്ന് കുറെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ചോദിച്ചു, ജീവിതത്തിൽ സക്സസ് ആവാൻ ആഗ്രഹിക്കുന്നവർ കൈവക്കാൻ പറഞ്ഞു. ഇവിടെ ഞാൻ ചോദിക്കുന്നില്ല, കാരണം നമ്മളൊക്കെ ജീവിതത്തിൽ സക്സസ് ആവണമെന്ന് ആഗ്രഹിച്ച് വന്നവരാണ്, ശരിയല്ലേ? അവിടെ ഞങ്ങൾ എല്ലാവരും കൈപൊക്കി. എല്ലാവരും നോക്കണമെങ്കിൽ ഞാനും പൊക്കിയപ്പോൾ മുമ്പ് അദ്ദേഹം പറയാണ്, നിങ്ങൾ ജീവിതത്തിൽ സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ ജോലിക്ക് പോകാൻ പാടില്ല. ഹലോ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഞാൻ അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ അനുകൂലിക്കോ പ്രതികൂലിക്കോ? ജീവിതത്തിൽ സക്സസ് ആവണമെങ്കിൽ പണിക്ക് പോയതെന്ന് പറഞ്ഞ ഒരാൾ പറയുകയാണ്, കോട്ട് സൂട്ടിട്ട് വന്നിട്ട് എന്ത് പറയും മോളെ? മണ്ഡലം പറയില്ലേ? ശരിക്കും ഞാനന്ന് ചിന്തിച്ചതാണ്, ദൈവമേ കോട്ട് സൂട്ടിട്ട് വന്നിട്ട് ഇയാൾ എന്ത് മണ്ഡലം പറയുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷെ നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ അദ്ദേഹം നമ്മൾ മനസ്സിൽ കാണുന്നതിന് മുമ്പ് മാനത കാണുന്ന പറഞ്ഞത് മുമ്പ് അദ്ദേഹം പറഞ്ഞത്, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പണിയെടുക്കുന്ന മേഖല ഏതാണ്? ഇവിടേക്ക് കൊല്ലത്തേക്കൊക്കെ ഏതാ? കെട്ടുപണി, പെയിന്റിങ്, പ്ലംബിങ്, വയറിങ്, ടൈൽസിന് പണി, ഇങ്ങനെയുള്ള ബിൽഡിംഗ് വർക്കല്ലേ ഏറ്റവും കൂടുതൽ ആളുകൾ എടുക്കുന്നത്. ഇതൊക്കെ എനിക്ക് ഉണ്ടാക്കിയ തിരിച്ചറിവുകളായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പൊ ഇത്രയും ആളുകൾ പണിയെടുക്കുന്ന ഈ മേഖല, പണിയെടുപ്പിക്കുന്ന കോൺട്രാക്ടറാണോ വിജയിച്ചത്, അത് പണിയെടുക്കുന്ന ആളുകളാണോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. കോൺട്രാക്ടറാണ്. അപ്പൊ പണിയെടുക്കുന്നവനല്ല, എടുപ്പിക്കുന്നവനാണ് രക്ഷപ്പെടുക എന്നുള്ളത് സത്യമാണ്. ആ മീറ്റിംഗാണ് കഴിഞ്ഞിട്ട് എനിക്കും ഒരു കാര്യം മനസ്സിലായി, ഇതിൽ ആഴ്ചയ്ക്ക് 2 കിട്ടും. അതിനുള്ള കാരണങ്ങളുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ എനിക്ക് 5 കാര്യങ്ങൾ അറിയണമായിരുന്നു. ഒന്നാമത്തത്, എന്താണ് ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പൊ ഇത് എന്താണെന്ന് മനസ്സിലാക്കണം. രണ്ടാമത്തത്, അതിൽ ഏറ്റവും നല്ലൊരു കമ്പനിയിലായിരിക്കണം നമ്മൾ ജോയിൻ ചെയ്യുന്നത്, ശരിയല്ലേ? അപ്പൊ കമ്പനി ഏതാണെന്ന് അറിയണം. മൂന്നാമത്, കമ്പനി നല്ലതാണെങ്കിലും അവർ കൊടുക്കുന്ന പ്രൊഡക്റ്റ് നല്ലതാണോ എന്നുള്ളത് അറിയണം. കാരണം പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണെങ്കിലും നമ്മളാണ് കൊണ്ടു കൊടുക്കുന്നത്, ശരിയല്ലേ? അപ്പൊ ഇത് മറ്റുള്ളവർ കഴിക്കുന്നത് നമ്മളെ കയ്യിൽ നിന്ന് മേടിച്ചിട്ടായിരിക്കും. അപ്പൊ പ്രൊഡക്റ്റ് നല്ലതല്ലെങ്കിൽ ചീത്തപ്പേര് നമുക്കാണ് ഉണ്ടാവുക. അപ്പൊ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി ഒന്ന് പരിശോധിക്കണം. നാലാമത്തത്, ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്താ കിട്ടുക എന്നുള്ളത് നോക്കണ്ടേ? ഹലോ, നാലാമത്തെ വരുമാനം നോക്കണം. അഞ്ചാമത്തെ കാര്യം എന്താണെന്നറിയോ? അഞ്ചാമത്തെ കാര്യം ശ്രദ്ധിക്കാൻ എത്രയുള്ളൂ, നല്ലൊരു ടീമിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ പറ്റൂ. എത്ര നല്ല കഴിവുള്ളവരാണെങ്കിലും ഒരു നല്ല ടീമിൽ എത്തിയിട്ടില്ലെങ്കിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ഈ 5 കാര്യങ്ങൾ പരിശോധിക്കാൻ ഞാൻ തീരുമാനിച്ചു. അപ്പൊ ലാസ്റ്റ് ഞാൻ ഇത് സ്റ്റാർട്ട് ചെയ്യണമല്ലോ. സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ 10,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കാനാണ് സോമൻ സാർ എന്നോട് പറഞ്ഞത്. 10,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം അങ്ങോട്ട് ചോദിച്ചു, സോമൻ എന്തായാലും ഞാൻ ചെയ്യാൻ തീരുമാനിച്ചു, ഞാൻ എന്താ വേണ്ടത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, 10,000 പ്രൊഡക്റ്റ് എടുക്കുക, ഒരു 14,000 രൂപയുടെ പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടും, ഒരു 2,000 നീ വീട്ടിൽ ഉപയോഗിച്ച് ബാക്കി 12,000 നീ വിറ്റാലും ലാഭം കിട്ടും. അപ്പൊ ഞാൻ കണക്കൊന്നും നോക്കി ശരി. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പൊ എനിക്കൊരു മാസം സമയം വേണം. 1 മാസം സമയം വേണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം പിന്നെയും ഒരു ജോലി ചോദിച്ചു, എന്തിനാണ് 1 മാസം സമയം? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് വണ്ടിയിൽ പോയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് വേണം. അപ്പൊ എന്നോട് അദ്ദേഹം പറഞ്ഞു, നീ എത്ര വർഷമായി ജോലിക്ക് പോകും? ഞാൻ പറഞ്ഞു 16 വർഷം. 16 വർഷം ജോലിക്ക് പോയിട്ട് 10,000 രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നീ എനിക്ക് 20 കൊല്ലം കൂടി ആ പണിയെടുത്തിട്ട് എന്താണെന്നാ ചോദിച്ചത്. ഹലോ, നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ എന്നോട് ചോദിച്ച ചോദ്യം ഞാൻ നിങ്ങളോട് തിരിച്ച് ചോദിച്ചാൽ, എത്രയോ വർഷങ്ങളായിട്ട് ജോലിക്ക് പോകുന്ന ആളുകൾക്ക് എത്ര ലക്ഷം രൂപ ബാങ്ക് ബാലൻസ് ഉണ്ട്? ഹലോ, എന്താ കൊല്ലത്തേക്ക് ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞ കോമഡിയാണ്. എല്ലാരും മൊത്തം ബാങ്ക് ബാലൻസ് ഒക്കെ ഉണ്ടെന്ന് നോക്കുമ്പോൾ എല്ലാവരും മൊത്തം ചിരിയൊക്കെ വരുന്നുണ്ട്.
ഇത്രയും വർഷം ജോലിക്ക് പോയിട്ട് ഒരു 10,000 രൂപ ബാങ്ക് ബാലൻസ് ഇല്ലെങ്കിൽ ഇനി എടുത്തിട്ട് എന്ത് കാര്യമുള്ളത് ചിന്തിച്ചപ്പോൾ ശരിയാണല്ലോ. 16 വർഷമായിട്ട് ജീവിച്ചു പോയിട്ടുള്ളൂ. ബാങ്ക് ബാലൻസ് എന്ന് പറഞ്ഞാൽ നാളത്തേക്ക് എനിക്ക് വേണ്ടി ഒരു മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത എന്നോട് ചോദിച്ചൊരു ചോദ്യം, നീ എടുക്കുന്ന പണിയെടുത്ത് രക്ഷപ്പെട്ട ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഹലോ, ഇവിടെ ഡ്രൈവർമാരെ ചെയ്യുന്നുണ്ടോ? ബാക്കിൽ ഒരു ഡ്രൈവർ ഉണ്ട്. ഏതെങ്കിലും ഒരു ഡ്രൈവർ രക്ഷപ്പെട്ട് കണ്ടിട്ടുണ്ടോ? ഒരു ഡ്രൈവർ ജീവിതത്തിൽ വണ്ടി ഓടിച്ച് കോടീശ്വരനായ കണ്ടിട്ടുണ്ടോ? ഞാനൊരു മീറ്റിംഗിൽ ഇതേപോലെ ചോദിച്ചപ്പോൾ ഒരാൾ എണീറ്റ് വന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ആരാണെന്ന്. ആന്റണി പെരുമാവൂർ ആന്റണി മോഹൻലാലിന്റെ ഡ്രൈവറാണ്. പക്ഷെ എന്തല്ല, ഡ്രൈവർ പണി എടുത്തിട്ടല്ല അയാൾ രക്ഷപ്പെട്ടത്. അപ്പൊ ഞാൻ ധൈര്യമായിട്ട് പറഞ്ഞു, ഞാൻ മൂപ്പിനെ അവിടെ ഇരുത്തി. സത്യത്തിൽ ഒരു ഡ്രൈവർ പോലും ജീവിതത്തിൽ ഇന്നുവരെ രക്ഷപ്പെട്ടിട്ടില്ല. പിന്നെയും ഞാൻ ആ പണി തന്നെയാണ് എടുക്കുന്നതെങ്കിൽ എന്റെ ജീവിതം എങ്ങോട്ട് പോകുമെന്നുള്ള തിരിച്ചറിവ് വീണ്ടും എനിക്കുണ്ടായി. ഞാനിവിടെ നിങ്ങളോട് പറയുന്നതാണ്, ഞാൻ ഡ്രൈവർ പണിയാണെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു മേഖലയിൽ പണിയെടുക്കുന്നവരായിരിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾ ഭർത്താക്കന്മാർ ഒരു മേഖലയിൽ പണിയെടുക്കുന്നവരായിരിക്കും. ആ പണിയെടുക്കുന്ന മേഖലയിൽ ഏതെങ്കിലും ഒരുത്തൻ കോടീശ്വരനായിട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതേ പണിയെടുത്താൽ നമ്മൾ രക്ഷപ്പെടാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ മാറി ചിന്തിക്കേണ്ട സമയം. ശരിയല്ലേ? അപ്പൊ അങ്ങനെ ഇറങ്ങി ഞാൻ ഉറപ്പ് പറഞ്ഞു, ഓക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് പൈസ ഉണ്ടാക്കി വിടാന്ന് പറഞ്ഞു. വണ്ടി കയറി കഴിഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. അപ്പൊ ഇങ്ങനെ മനസ്സിലേക്ക് ഇങ്ങനെ ബെൻസും BMW പോകുമ്പോൾ അതൊക്കെ ഇങ്ങനെ മനസ്സിൽ സ്വപ്നം കാണാൻ തുടങ്ങി. ആഴ്ചക്ക് 2-10 വരുന്നത് മനസ്സിൽ കണ്ടപ്പോൾ ഭയങ്കര ഒരു കുളിർമയും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ഹലോ, അതുവരെ എന്റെ അവസ്ഥ എന്താണെന്നുണ്ടെങ്കിൽ, അതുവരെ എന്റെ അവസ്ഥ എന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവമേ എനിക്ക് ഗവൺമെന്റ് ജോലി കിട്ടണമെന്നായിരുന്നു. എന്തുകൊണ്ടായിരിക്കും അറിയാം? ഹലോ, വേറെ ഒന്നുമല്ല, പെണ്ണ് കാണാൻ വേണ്ടി ഓരോ വീട്ടിൽ കയറി ചെല്ലും. അവിടെ നിന്ന് പെണ്ണ് കാണാൻ, പെണ്ണിന് ഇഷ്ടപ്പെടും, ചെക്കൻ ഇഷ്ടപ്പെടും. പക്ഷെ പെണ്ണിന്റെ അപ്പം പറയും ഞാൻ എന്റെ മോളെ ഗവൺമെന്റ് ജോലിക്കാരിക്കും. ഏത് വീട്ടിൽ ചെന്നാലും എല്ലാവർക്കും പെണ്ണ് ടൈപ്പറൈറ്റിംഗ് പഠിക്കാനാണെങ്കിൽ ഒരു പണിയൊന്നും ഇല്ലെങ്കിൽ ശരി ഗവൺമെന്റ് ജോലിക്കാരൊക്കെ കൊടുക്കുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ ചിന്തിച്ചു, ദൈവമേ ഏതെങ്കിലും ഒരു ക്ലർക്കോ പ്യൂണായിട്ട് എന്തെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയിരുന്നെങ്കിൽ ഒരു പെണ്ണ് കെട്ടായിരുന്നു ചിന്തിച്ചൊരു സമയമുണ്ട്. പക്ഷെ അന്ന് ബസ്സിലെടുത്തിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചത് ഇത്രയേ ഉള്ളൂ, ദൈവമേ ഇനി ഗവൺമെന്റ് ജോലിക്ക് എന്റെ ശത്രുക്കൾക്കേ കിട്ടാവുള്ളൂ, എന്റെ മിത്രങ്ങൾക്കൊക്കെ എന്ത് ചെയ്യണം, മൈലേഷ്യൻ മാർക്കറ്റിംഗ് കിട്ടണം. കാരണം ജോലി മോശമായിട്ടല്ലാറോ, ഒരു പ്രൈവറ്റ് ജോലിയോ ഗവൺമെന്റ് ജോലിയോ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇപ്പോഴത്തെ സമൂഹത്തിൽ അത് ഏറ്റവും അടിപൊളിയാണ്. പക്ഷെ ആ കിട്ടുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ആ കിട്ടുന്ന ശമ്പളം എത്രയാണോ ആ ശമ്പളത്തിൽ ഒതുങ്ങിപ്പോകും അദ്ദേഹത്തിന്റെ ജീവിതം. അതിനപ്പുറത്തേക്കുള്ള എത്ര വലിയ സ്വപ്നങ്ങൾ ഉണ്ടെങ്കിലും ആ സ്വപ്നങ്ങളൊക്കെ വിദൂരത്തായിരിക്കും. ആ കിട്ടുന്ന ശമ്പളത്തിൽ ഒതുങ്ങും. അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, വലിയ ബാധ്യതകൾ എടുത്ത് വെക്കേണ്ടി വരും. പലതും ചെയ്തു തീർക്കാൻ, ഒരു വീട് വെക്കണമെങ്കിൽ, കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ, കെട്ടിക്കണമെങ്കിലും ഒക്കെ വലിയ ബാധ്യതകൾ എടുത്ത് വെക്കേണ്ടി വരും. അന്ന് തൊട്ട് എന്റെ പ്രാർത്ഥനയായിരുന്നു ഏറ്റവും വലിയ ശത്രുക്കൾക്ക് മുഴുവൻ ഗവൺമെന്റ് ജോലി കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ബസ് കയറി കഴിഞ്ഞപ്പോൾ എന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ, 10,000 രൂപയ്ക്ക് പ്രൊഡക്റ്റ് എടുക്കണം. ഇത് എവിടെ കിട്ടുന്നതാണ്? നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടാവുക. അപ്പൊ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിച്ചു, എന്റെ അനിയനുണ്ട് CRPF-ലാണ്, അവനോട് ചോദിച്ചാൽ കിട്ടും. പക്ഷെ ഈ പട്ടാളക്കാർക്ക് ഒരു വൃത്തിയുടെ സ്വഭാവമാണ്. എന്താണെന്നറിയോ, അവനോട് ചോദിക്കുകയാണ്, എടാ എനിക്ക് 10,000 രൂപ ഉള്ള പ്രൊഡക്റ്റ് എടുക്കണമെന്ന് അവൻ ആദ്യം പറയും, നീ ആദ്യം വാങ്ങി നോക്കുന്നുണ്ടാകും. അവൻ അങ്ങനത്തെ ഒരു സ്വഭാവക്കാരനാണ്. അപ്പൊ പിന്നെ അവനോട് ചോദിച്ചിട്ട് കാര്യമില്ല. പിന്നുള്ളതെന്ന് പറഞ്ഞാല് പെങ്ങളാണ്. പെങ്ങളോട് ഞാൻ നേരത്തെ കുറെ മേടിച്ചു പോയതാണ്. പിന്നെ കൂട്ടുകാരോട് ചോദിച്ചിട്ട് കാര്യമില്ല. 3 മാസം ചികിത്സയിലിരിക്കും ഞാൻ കുറെ മേടിച്ചതാണ്. പിന്നെ മനസ്സിലേക്ക് തെളിഞ്ഞു വന്നത് അമ്മയാണ്. ഹലോ, നമുക്കൊക്കെ നമ്മളെ അമ്മമാരെ ഇഷ്ടമല്ലേ? അല്ലേ? അതൊക്കെ പറയുമ്പോൾ ഇത്ര സൗണ്ട് കുറച്ചാണോ പറയേണ്ടത്? അതൊക്കെ വച്ചത് പറയേണ്ടതല്ലേ? അതെ, അമ്മേനെ ഇഷ്ടമാണെന്ന് വെച്ചാൽ അതേന്ന് പറയണ്ടേ? പറയില്ലേ? ഞാനങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. കാരണം എന്താണെന്നറിയോ, ഞാൻ അമ്മേനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും. എന്തുകൊണ്ട് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, എനിക്ക് അറിവ് വെച്ച സമയത്തൊന്നും ഞാൻ അങ്ങനെ ചിന്തിക്കും. ഓരോ ഗർഭിണികളെ കാണുമ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കും, ദൈവമേ ഇതുപോലെ എന്റെ അമ്മ ഒരു ദിവസം എന്നെ കൊണ്ട് നടന്നിട്ടില്ലേ? ഇല്ലേ? കാരണം എന്താ, ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ തൊട്ട് സ്വന്തമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, ഇഷ്ടത്തിനനുസരിച്ച് നടക്കാൻ പറ്റാതെ, കിടക്കാൻ പറ്റാതെ, ഇരിക്കാൻ പറ്റാതെ, എന്ത് കഴിച്ചാലും ഛർദ്ദിച്ച് 8-9 മാസം അവർ നമ്മളെ ചോദന നടന്നതല്ലേ? ഹലോ, ഞാൻ പറഞ്ഞതിനേക്കാൾ അപ്പുറത്തൊരു സംഭവമുണ്ട്. കാരണം 9 മാസം കഴിഞ്ഞ് പ്രസവത്തിന്റെ ഡേറ്റായി പ്രസവത്തിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാല് ഈ പ്രസവ വേദന എന്ന് പറഞ്ഞാൽ മരണവേദനയ്ക്ക് തുല്യാന്ന് പറയുന്നത്. ഹലോ, അല്ലേ? നമ്മൾ മരിക്കാറുള്ള മരണവേദനയാണ് നമ്മൾ നാട്ടിൽ ചോദിച്ചൊരു കാര്യമില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു മനുഷ്യ ശരീരത്തിലെ എല്ലാ അസ്ഥികളും ഒരുമിച്ച് കൊടുക്കുന്ന ഒരു വേദനയിലാണ് ഒരു അമ്മ കുഞ്ഞിനെ പ്രസവിക്കുക. അതിനെ കേട്ടപ്പോൾ ഞാൻ മനസ്സിലിങ്ങനെ ചിന്തിച്ചു, എന്റെ അമ്മ എന്നെ പ്രസവിക്കുന്നതിനെ കുറിച്ച്. അമ്മ ഇങ്ങനെ വാവിട്ട് കരഞ്ഞിട്ടുണ്ടാവും. ഞാനിങ്ങനെ പുറത്തേക്ക് വരുമ്പോ അമ്മ ഏറ്റവും ശബ്ദത്തിൽ ആ വേദനയോടെ കരഞ്ഞ് ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടോ, അമ്മേനേക്കാണ് ഒത്തിരി കരഞ്ഞിട്ടുണ്ടോ? ശരിയല്ലേ? ആ സമയത്ത് നേഴ്സ് എടുത്തിട്ട് എന്റെ അമ്മയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ ആ മരണവേദന സഹിച്ച എന്റെ അമ്മ എന്റെ മുഖം കണ്ടപ്പോൾ ചിരിച്ചിട്ടുണ്ടാവില്ലേ? ഇല്ലേ? അപ്പൊ ഈ ലോകത്ത് നമ്മുടെ അമ്മയുടെ ആ ചിരി നിലനിർത്താൻ പറ്റിയ ഏക മനുഷ്യരാണ്
ആരാണെന്ന് ചോദിച്ചാൽ ആ മക്കളായ നമ്മളാണ്. ശരിയല്ലേ? അപ്പൊ നമുക്ക് അമ്മേനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമല്ലേ? ഇപ്പൊ എങ്ങനെ ഉണ്ടെന്ന് ഞാൻ ചോദിക്കുന്നില്ല, നിലവിലെ അവസ്ഥകളൊന്നും ഞാൻ ചോദിക്കില്ല. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മേന്റെ അടുത്ത് നിന്ന് ചോദിക്കാം. പക്ഷെ എന്താണെന്നറിയോ, ഞാൻ ഈ സ്നേഹം നോക്കിയിട്ട് ഒരു ദിവസം ഞാൻ അമ്മേനെ രക്ഷപ്പെടുത്തിയാണ്. നിങ്ങൾ അമ്മേനെ രക്ഷപ്പെടുത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. ഞാൻ വണ്ടി പോകുന്ന സമയത്ത്, വണ്ടിയിൽ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്ന സമയത്ത് എന്റെ അമ്മ മുറ്റടിച്ചു വരാം. അപ്പൊ നൈറ്റ് കിട്ടും മുറ്റടിച്ചു വരുന്ന അമ്മേന്റെ കാര്യത്തിൽ രണ്ടു ഭാഗം മാല ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. നിങ്ങൾ ചിന്തിച്ചാൽ കാര്യങ്ങൾ മനസ്സിൽ ചിന്തിച്ചാൽ മതി. മാല ഇങ്ങനെ തൂങ്ങിക്കിടക്കുമ്പോൾ അടിച്ചു വാരി പിടിക്കുമ്പോൾ കയ്യിൽ വളയിട്ട്. അപ്പൊ ഈ റോഡ് സൈഡ് ഇടയ്ക്കൽ ഗുഹ കൊണ്ട് കിട്ടുമ്പോൾ ഇടയ്ക്കൽ ഗുഹ ടൂറിസ്റ്റ് പ്ലേസ് ആണ്. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അറിയാം, അത് പൂർണ്ണ റോഡിന് നേരെ കരയ്ക്കാണ് എന്റെ വീട്. അപ്പൊ അമ്മ ഇങ്ങനെ അടിച്ചു വാരി ഈ മാല ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്റെ ഉള്ളിലേക്ക് തോന്നി, ദൈവമേ, ഏതെങ്കിലും വല്ല കള്ളന്മാർ ഈ വഴിക്ക് വന്നിട്ട് ഒരു കരയ്ക്ക് അടി കൊണ്ടുപോയാൽ പോയില്ലേ ഇല്ലേ? എന്ത് ഇത്രയും നേരം അമ്മേനെ കുറിച്ചൊക്കെ ഞാൻ ഇത്രയും പറഞ്ഞ് അമ്മ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഒരു കള്ളം വന്ന് തലക്കടി അടിച്ചിട്ട് കൊണ്ടുപോയാൽ മാലയാ പോകുക. അമ്മ പോയതിനെ കുറിച്ച് അല്ല ചിന്തിക്കുന്നുള്ളൂ. എന്നിട്ടും പറയുന്നത് മാലയെ കുറിച്ചാണ്. സ്വർണ്ണത്തിന് വീട്ടിൽ ഒരു കളിയില്ല അമ്മയൊക്കെ പിന്നെ അല്ലേ? അപ്പൊ ഞാൻ അങ്ങനെ ചിന്തിച്ചത്, എന്തായാലും പോയാൽ ചിലപ്പോൾ ചെയ്യും, നമുക്ക് അമ്മ പോകും. അപ്പൊ അമ്മേനെ രക്ഷിക്കണം. അമ്മേനെ വിളിച്ച് ഇതുപോലെ എത്തി അമ്മ ആ മാല വരുന്ന പറഞ്ഞു. അപ്പൊ അമ്മ വിളിച്ചു എന്തിനാ അമ്മേനെ രക്ഷിക്കാനൊന്നും അമ്മയ്ക്ക് എന്താണെന്ന് മനസ്സിലായില്ല. മാല ഉരി വാങ്ങി, വള വാങ്ങി. അപ്പൊ വീട്ടിൽ അലമാരയിൽ വെച്ചാൽ അമ്മ പിന്നെ എടുത്തിടും ഞാനില്ലാത്ത സമയത്ത്. അതുകൊണ്ട് ഞാൻ നേരെ ചെയ്തു, അവിടെ ഗ്രാമീണ ബാങ്കിലാണ് ഏറ്റവും നല്ല ലോക്കറുള്ളത്. അപ്പൊ ഗ്രാമീണ ബാങ്കിൽ ചെന്ന് മാനേജറോട് പറഞ്ഞു, എനിക്ക് എന്റെ അമ്മേനെ രക്ഷിക്കാനാണ് ഇതൊന്നും ഇവിടെ വെക്കണം എന്ന് പറഞ്ഞു. അപ്പൊ മാനേജർ പറഞ്ഞു, ഓക്കെ ഒന്ന് തൂക്കി നോക്കട്ടെ എന്ന് പറഞ്ഞു. തൂക്കി. അങ്ങനെ ഞാൻ തിരിച്ചു വരുമ്പോൾ മാനേജർ എന്നോട് പറഞ്ഞു, ഏതായാലും ഇവിടെ വെച്ചതല്ലേ, കുറച്ച് പൈസ കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പൈസ തന്നു. ആ പൈസയായിട്ട് ഞാൻ വീട്ടിലെത്തിയപ്പോഴാണ് ഈ പൈസ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴാണ് ഞാൻ ലോറിയിലാണ് പോകുന്നത്. അപ്പൊ നാട്ടിൽ കൂടെ ഇങ്ങനെ ഓട്ട പോവുകയാണെങ്കിൽ ഓട്ടയിൽ പോയാൽ ടൗണിൽ തന്നെ ടൗണിന്റെ പ്രത്യേകത എന്താ പറയുക? ഹലോ, അവിടെ ഗവൺമെന്റ് കോളേജ് ഉണ്ട്, പ്രൈവറ്റ് കോളേജുകളുണ്ട്, പ്ലസ് ടു ഉണ്ട്, VHS ഉണ്ട്. പ്രായം നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, എന്തായാലും നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഞാനൊരു ഓട്ടോ എടുത്ത് ടൗണിലേക്ക് ഇറങ്ങി. ടൗണിലേക്ക് ഇറങ്ങുമ്പോൾ എപ്പോഴും നമുക്ക് ഒരു പ്രശ്നം എന്താ പറയുക, ടൗണിൽ എപ്പോഴും നമ്മൾ ഈ ടൗണിലെ ഓപ്ഷക്കാരെന്ന് പറഞ്ഞാൽ എപ്പോഴും ടൗണിന്റെ ഓരോമാരാണ്. ശരിയല്ലേ? അപ്പൊ ഒരു ദിവസം ഞാൻ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ കാക്കിയിട്ട് നിൽക്കുന്ന സമയത്ത് ബസ് ഇങ്ങനെ നിർത്തി കുട്ടികൾ ഇങ്ങനെ ഇറങ്ങി പോകുന്നത് കണ്ടപ്പോൾ എന്റെ ഉള്ളിൽ ആ പൗരബോധം ഉണ്ടെന്നു. കാരണം എന്താ പറയുക, ഏതൊക്കെയോ അച്ഛനമ്മമാർ എവിടേക്കോ കഷ്ടപ്പെട്ട് പണിയെടുത്ത് പൈസ ഉണ്ടാക്കി മക്കളെ കോളേജിലേക്ക് സ്കൂളിലേക്ക് വിടുമ്പോൾ ഇവര് കറക്റ്റ് പോകുന്നുണ്ടോ നോക്കേണ്ട ഉത്തരവാദിത്തം ആർക്കാരുടെ? നിങ്ങളിത് വാങ്ങിക്കോട്ടെന്നൊക്കെ പറയും. പക്ഷെ എന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ പറഞ്ഞത്. അവരെ കൊണ്ട് കറക്റ്റ് കോളേജിൽ കൊണ്ടുപോയി ഉത്തരവാദിത്തം എനിക്കുള്ളതുകൊണ്ട് കറക്റ്റ് കൊണ്ടുപോയി ഡ്യൂട്ടി ഏറ്റെടുത്ത് രാവിലെ 10 മണി വരെ ആ ഡ്യൂട്ടിയാണ്. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ചോറിനാൻ പോയി കഴിഞ്ഞാൽ കുറച്ചേരം കിടന്നു. പിന്നെ വൈകുന്നേരം വന്നാൽ ആ ഏറ്റെടുത്ത കാര്യം പിന്നെ തിരിച്ചു വിട്ടില്ലേ, അതൊക്കെ തിരിച്ചു വിട്ട് ഇങ്ങനെ വന്നത് സേട്ട് വന്നിട്ട് പറഞ്ഞു, പകുതി പൈസ തിരിച്ചു തന്നിട്ടുള്ളൂ, ബാക്കി പകുതി ഞങ്ങളല്ലേ, അതുകൊണ്ട് ഇനി ഞങ്ങൾ ഓടാൻ വന്ന ആ സാധനം ഒരു ഉണ്ട് ഏത് കുറച്ച് അത് കഴിഞ്ഞ്. അപ്പൊ ആ മൈലിങ്ങനെ ഉണ്ട്. അപ്പോഴാണ് അമ്മ പറയുന്നത്, ഞാൻ അമ്മേനെ മാത്രമേ രക്ഷിച്ചുള്ളൂ, ചേച്ചി വെള്ളിച്ചന്റെ പോലെ വരുന്നത് രക്ഷിക്കാത്തതുകൊണ്ട് അവർക്ക് സങ്കടമുണ്ട്. അങ്ങനെ ഞാൻ എല്ലാവരെയും രക്ഷിച്ച ഓർമ്മ അങ്ങനെ ബസ്സിൽ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി, ഇനി ഒരാളേന്ന് 10,000 കിട്ടാനില്ല. ലാസ്റ്റ് എനിക്ക് മനസ്സിലായി, പെങ്ങൾക്ക് 2 പെൺകുട്ടികളാണ്, മൂത്ത മാമൻ ഞാനാണ്. എന്തായാലും കല്യാണം വരുമ്പോൾ മൂത്ത മാമൻ വേണ്ടേ, അതുകൊണ്ട് അവളെ നിരസിക്കാനുള്ള കണ്ടീഷൻ വെച്ച് ഞാൻ അവളെ വീട്ടിൽ പോയി കുറച്ച് ബേക്കറിയൊക്കെ വാങ്ങിക്കാൻ പോയി. ആദ്യമായിട്ടാണ് ബേക്കറിയൊക്കെ വാങ്ങിപ്പോണേ. ചെല്ലുമ്പോൾ തന്നെ അവൾ ഞാൻ നോക്കി നിൽക്കുന്നുണ്ട്. അടുത്ത് ചെന്ന് ഞാൻ കാര്യങ്ങളൊന്നും പറഞ്ഞു, ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. അവള് ചോദിച്ചു അമ്മയ്ക്ക് കുഴപ്പമില്ല, ഇല്ല ഒരു കുഴപ്പമില്ല. ലാസ്റ്റ് അവള് ചായ പറഞ്ഞു. സാധാരണ ചായ കുടിക്കാൻ പോലും ഞാൻ നിൽക്കാതെ പോയിട്ടാണ്. പക്ഷെ ചായ തന്നു, ചായ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയില്ല. അവളെ ലാസ്റ്റ് ചോറ് തന്നു. എന്നിട്ട് ഞാൻ പോയില്ലാന്ന് ചോദിച്ചു, നീ സത്യത്തിൽ എന്തിനാ വന്നത്? അപ്പൊ ഈ ബിസിനസ്സിനാണ് പൈസ എന്ന് പറഞ്ഞാൽ അവള് തരില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ആ വൈദ്യുതി കിടന്നുകൊണ്ട് അവള് 10,000 രൂപ കൊടുക്കാണ്ട് നീ 10,000 രൂപ തരണം. അനിയൻ എന്ത് ചോദിക്കുന്നു ഞാൻ വിളിച്ചു. അത് പെങ്ങൾ ചോദിച്ചു. എന്നോട് നീ ആദ്യം കൊണ്ടുപോയാൽ മാലിന്യം വളയൊക്കെ എടുത്തുകൊണ്ടെന്നാ, എന്നിട്ട് 10,000 തരാൻ തോന്നും. പക്ഷെ ഞാൻ ഓരോ ഇവരോട് പിന്നെ ചോദിച്ചുകൊണ്ടു. ഞാൻ ആവശ്യക്കാരനാരാ? ആവശ്യക്കാരനൊക്കെ പാടില്ലാന്നൊക്കെ പറയാറുണ്ട് പഴഞ്ചൊല്ലിൽ. ആവശ്യക്കാരൻ ഞാനാ. 10,000 കിട്ടിയേ പറ്റുള്ളൂ. ഞാൻ ലാസ്റ്റ് ഇല്ല എന്ന് പറയുമ്പോൾ അവൾ തല ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ കാണുന്നുണ്ട് ഇത് ഇങ്ങനെ ഇളകുന്നത്. അപ്പൊ സ്വർണ്ണം ഇങ്ങനെ കണ്ടപ്പോൾ തന്നെ ഞാൻ അതിലേക്ക് നോക്കുന്നതിനോട് പറഞ്ഞു, ഇനി ഇതും കൂടിയേ ഉള്ളൂ. അപ്പൊ ഞാൻ നീ പേടിക്കണ്ട, ഞാൻ കൊണ്ട് ഈ പണം കിട്ടുള്ളൂ, ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ എടുത്തത്. എന്റെ കണക്കൂട്ടിൽ എന്താ 14,000 പ്രൊഡക്റ്റ് കിട്ടിയ അതിൽ 14,000 വിറ്റ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ എടുത്തൂടെ? അത് ഇതാണ് നമ്മളോട് പറഞ്ഞത്, ഒരാഴ്ച കൊണ്ട് എടുത്തു കൊടുക്കാന്ന്. ലാസ്റ്റ് അവൾ മനസ്സിലാവുന്ന ജോലി തരുമ്പോൾ എന്നോട് പറഞ്ഞു, ഇത് പണയം വെക്കാവുള്ളൂ, വിൽക്കരുത്. കാരണം എന്താ അറിയോ, ഇവിടെ മാലയും വളയൊക്കെ ഞാൻ കൊണ്ടുപോയി എനിക്ക് പണയം വെക്കുന്ന ഇഷ്ടമല്ല. കാരണം പണയം വെച്ചാൽ എന്താ പറയുക, നമ്മൾ ഈ പലിശ അടയ്ക്കാൻ വേണ്ടി പിന്നെ അതിന്റെ കൊണ്ടു പോകണം. വെറുതെ പലിശ അടച്ചിട്ട് സ്വർണ്ണത്തിന്റെ വില നമ്മൾ തന്നെ കൂടും. ശരിയല്ലേ? വെച്ചവർക്കറിയാം ഇപ്പൊ ആ സ്വർണ്ണത്തിന്റെ വില എവിടെ എത്തിയിട്ടുണ്ടോ. പലിശ ശരിയല്ലേ? ഏറ്റവും നല്ലത് നമ്മൾ വിൽക്കുക, പൈസ മേടിക്കുക, പിന്നെ അങ്ങനെ കൊണ്ടാ ഒരു പ്രശ്നമില്ല. ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു, ഇത് കൊണ്ടുപോയി. പക്ഷെ നിങ്ങൾ അത്രയും പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ പണയം വെക്കാൻ തീരുമാനിച്ചു. കടയിൽ കൊടുത്തു. ചേട്ടനോട് ചേട്ടാ ഒരു 11,000 രൂപ വേണം. 10,000 സാധനം വരില്ല, 1,000 രൂപ പൈസ തരും. അപ്പൊ അയാൾ നോക്കി തിന്നോട് പറഞ്ഞു,
മോനെ ഇതിന് 7000 കിട്ടും. ആദ്യ ഗ്യാസ് പോയി, കാരണം 14,000 കിട്ടണ്ടേ, പിന്നെ ഇനി ഒരു പൈസ വരെയൊന്നും തിരിക്കാനില്ല. അപ്പോഴാണ് പ്രസാദ് സാർ മീറ്റിംഗിൽ വെച്ചൊരു കാര്യം കൂടി പറഞ്ഞത്, എന്റെ ഓർമ്മയിലേക്ക് വന്നത്. പ്രസാദ് സാർ മീറ്റിംഗിൽ വെച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, ജീവിതത്തിൽ ചെറുപ്പം തൊട്ടേ നമ്മൾ സാധനം മേടിക്കുന്നതാ അല്ലേ. ഇന്ന് വരെ ലോകത്ത് സാധനങ്ങൾ മേടിച്ച് രക്ഷപ്പെട്ട ഒരാളുമില്ല, പക്ഷെ വിൽക്കുന്നവരെ രക്ഷപ്പെടും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞ ഉദാഹരണമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം സ്വർണം വാങ്ങി കഴുത്തിലിട്ട വീട്ടമ്മയാണോ രക്ഷപ്പെട്ടത്, അത് ഇതിന്റെ മോഹിച്ചമ്മൂരാണോ എന്ന് ചോദിച്ചു. ഹലോ, ആരാ സാറേ? ഇവിടേക്കൊക്കെ ആരാ രക്ഷപ്പെട്ടത്? വാങ്ങിയിട്ട വീട്ടമ്മയാണോ അതോ മോഹിച്ചമ്മൂരാണോ? ഞാൻ മോഹിച്ചമ്മൂരിന്റെ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ ഈ സ്വർണം വിറ്റു, പ്രൊഡക്റ്റ് എടുത്തു, വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചു. വെക്കുമ്പോൾ തൊട്ടുള്ള മനസ്സിലുള്ള ഒരു കാര്യം എന്താണെന്ന് അറിയോ? ഇപ്പൊ തന്നെ കൂട്ടുകാരും ആൾക്കാർ ഓടി വന്നിട്ട് ഇതൊക്കെ മേടിച്ചിട്ട് അങ്ങ് പോകുന്നതാണ്. വാങ്ങിയില്ലാന്ന് മാത്രമല്ല, എനിക്ക് നാട്ടിൽ കുറെ പേര് കിട്ടി. ഒന്ന് മുറിവൈദ്യൻ, പിന്നെ കഷായ പ്രിയേഷ്, പിന്നെ ഇങ്ങനെ കുറെ പേരുകൾ, കോടീശ്വര പ്രിയേഷ്, ഇങ്ങനെയുള്ള കുറെ പേരുകൾ കിട്ടി. അതുവരെ സുഹൃത്തുക്കളായി നിന്നവർ വരെ ദൂരെ കാണുമ്പോൾ ടാറ്റാണ്. അപ്പൊ നമ്മളെന്തോ അപരാധം ചെയ്യുന്നത് പോലെയാണ്. അതിന് ഇതറിയാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവർക്ക് പോലും ആദ്യമായിട്ട് വന്നവർക്ക് ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഡയറക്ഷൻ. വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ നിങ്ങളോട് പറയാം. നമ്മളൊക്കെ ജോലിക്ക് പോകുന്നത് ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി, മീൻസ് കുടുംബത്തിന് വേണ്ടി അല്ലേ? അങ്ങനെയാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിലേക്ക് ഒന്നുകൂടി വന്ന് ചോദിക്കട്ടെ. നമുക്ക് കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന നമ്മൾ കുടുംബത്തിന് വേണ്ടി എത്ര രൂപ മാറ്റി വെച്ചിട്ടുണ്ട്? മാറ്റി വെച്ചിട്ട് അധ്വാനിച്ചിട്ട് കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചിട്ട് കുടുംബത്തിന് വേണ്ടി എന്ന് പറഞ്ഞ് മാറ്റി വെക്കാനില്ലെങ്കിൽ ഈ പണം മുഴുവൻ നമ്മൾ എവിടെ കൊണ്ടുപോയി വളർന്നു? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആവശ്യ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഉപയോഗിച്ചു, ശരിയല്ലേ? അങ്ങനെയല്ലേ ഇവിടേക്ക്? ആവശ്യ സാധനങ്ങൾ എന്തും മേടിച്ചത് നിങ്ങൾ ഫാക്ടറിയിൽ നിന്നാണോ? അല്ല, നമ്മൾ എവിടെയെങ്കിലും ഒരു റീറ്റെയിൽ ഷോപ്പിൽ നിന്നായിരിക്കും മേടിക്കുക. ഇവിടെ സാറ് GTS എത്തുമ്പോൾ കറക്റ്റായിട്ട് പറഞ്ഞു, ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്താണ്. ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് 6-7 ഇടനിലക്കാരും പരസ്യക്കാരും കഴിഞ്ഞ് എവിടെ വരുന്നു? നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ വരുന്നു. ആ ഷോപ്പിൽ വരുമ്പോൾ നിങ്ങൾ വെറുതെ ചിന്തിക്കും, ഒരു മൊബൈൽ ഫോൺ, ഒരു 10,000 രൂപയുടെ മൊബൈൽ ഫോണ് നമ്മൾ പോയിട്ട് ഒരു ഏതോ നന്ദിലത്തിൽ നിന്ന് മേടിക്കാൻ കഴിയില്ല. നമ്മൾ വില പേശി കഴിയുമ്പോൾ അവരുടെ 500 രൂപ കുറച്ച് തന്നു. നമുക്ക് 9,500 കൊടുത്തതിലല്ല 500 കുറച്ച് കിട്ടിയത് ഭയങ്കര സന്തോഷമായിരിക്കും, ശരിയല്ലേ? എന്നിട്ട് നമ്മൾ പറയും 500 കുറച്ച് കിട്ടിയെന്ന്. ശരിക്കും 9,500 അല്ലെങ്കിൽ 10 രൂപ 500 കുറച്ചാൽ അവർക്ക് എത്ര ലാഭം ഉണ്ടാവും? 1,000 രൂപ അവർക്ക് ലാഭം ഉണ്ടാവില്ലേ? ഇങ്ങനെ 6-7 ഇടനിലക്കാർക്ക് 1000 രൂപ ലാഭം, അതിന്റെ കൂടെ വലിയ കലശം കൂടി വരുമ്പോൾ ഒരു 3000 രൂപയുടെ സാധനം നമ്മൾ 10,000 കൊടുത്താൽ മനസ്സിലാവും നമ്മൾ ജോലി ചെയ്യുന്നത് നമുക്ക് വേണ്ടിയല്ല, ഈ ഇടനിലക്കാരെയും പരസ്യക്കാരെയും വീണ്ടും വീണ്ടും കോടീശ്വരനാക്കാൻ വേണ്ടിയാണ് നമ്മൾ പണിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ചൂഷണം. ഇതിനെതിരായി കണ്ടെത്തിയ ടെക്നോളജിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ഈ സംഭവം ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഒരു കമ്പനി ഏറ്റെടുത്ത്, അതാണ് മൈലേഷ്യൻ മാർക്കറ്റിംഗ്. ആ കമ്പനി ഏറ്റെടുത്ത് ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു ശൃംഖല വഴി, അത് ഉപയോഗിച്ചാൽ ഞാൻ അടുത്തയാൾക്ക് കൊടുത്തു, അങ്ങനെ ശൃംഖല വഴി നമ്മളെ വായ്മൊഴിയുള്ള പരസ്യം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ആ പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ 70% ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും കൊടുക്കുന്ന തുകയാണ് ഇവിടെ ആഴ്ചയിൽ 2,10,000 നമുക്ക് വീതിച്ച് തരുന്നത് മനസ്സിലാക്കാം. ഇതിന് നമുക്ക് എന്താ പറയുക, മണി ചെയിൻ അല്ലേ ചിന്തിക്കും, പലരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. മണി ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മൾ വലിയൊരു പൈസ മുടക്കുമ്പോൾ, ഒരു 50,000 മുടക്കുമ്പോൾ, അതിനുശേഷം നമ്മളോട് പറയും നമ്മുടെ കുടുംബക്കാരെ സുഹൃത്തുക്കളെ കൊണ്ട് ജോയിൻ ചെയ്യാൻ. അവരെ കൊണ്ട് 50,000 ഇടിക്കുമ്പോൾ നമ്മൾ പണം മാത്രം കമ്പനിക്ക് കൊടുത്തു, പകരം നമുക്കൊരു വരുമാനമായിട്ടൊരു 1000-ഓ 2,000-ഓ അവർ തരുന്നതും പണം. ഇങ്ങനെ പണം മാത്രം റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് മണി ചെയിൻ. പക്ഷെ ഇവിടെ നമ്മുടെ ചിന്തയിൽ എന്താ, ഒരാൾ വന്നു 2 ചേർത്തി, 4 ചേർത്തി, അപ്പം അത് മണി ചെയിൻ. ഹലോ, അപ്പൊ ഇതിന്റെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരുന്നു ഞാൻ ഇതിനെ മനസ്സിലാക്കി പഠിച്ചത്. പക്ഷെ ഇന്ന് നമുക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ഫെബ്രുവരി 19 കൂടി ഇന്ത്യയിൽ ആദ്യമായി നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ ഒരു നിയമം വന്നത് അത് നമ്മുടെ സ്വന്തം കേരളത്തിലാണ്. നമ്മൾ മുഖ്യമന്ത്രി അതിന്റെ ഉദ്ഘാടനം നടത്തി. അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്താൻ പോകുന്നു. വരുന്ന ആളുകളിൽ നമ്മൾ വിദ്യാഭ്യാസ മന്ത്രി, ഗതാഗത മന്ത്രി എന്നൊക്കെ പറയുന്നത് പോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് മന്ത്രിമാർ വരാൻ പോകുന്ന ഒരു മേഖലയായിട്ട് ഇത് മാറാൻ പോകുന്നു എന്നുള്ളതാണ് അവിടെ പ്രഖ്യാപിച്ചത്. അവിടെ വന്ന ആളുകൾക്കൊക്കെ ഇത് മനസ്സിലാവും. അപ്പൊ ഞാനത് തുടങ്ങിയ സമയത്ത് ഇതിനൊരു നിയമമോ വ്യവസ്ഥയോ ഒന്നുമില്ല. കേരളത്തിൽ ഇത് ആരും ചെയ്യുന്നില്ല. എന്റെ ലൈസൻസ് ഒരു തമിഴ്നാട് രജിസ്ട്രേഷൻ വെച്ചുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് തുടങ്ങിയത്. കോയമ്പത്തൂരും ബാംഗ്ലൂരും പോയിട്ടാണ് അന്ന് സാധനങ്ങൾ എടുത്തത്. പക്ഷെ ഇന്ന് നമുക്ക് എല്ലാ ജില്ലകളിലും സാധനം കിട്ടും അല്ലേ? നമ്മുടെ കൊല്ലത്തോടെ എവിടെ കിട്ടുന്നത്? കൊട്ടാരക്കര അല്ലേ? 1-2 സ്ഥലത്ത് ഇവിടെ ഉണ്ടാവും. പക്ഷെ അന്ന് കേരളത്തിൽ എവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അന്ന് ഞങ്ങൾ ഫൈറ്റ് ചെയ്തത് ഒരൊറ്റ കാരണമേ ഉള്ളൂ. ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തലത്തിൽ സെക്കൻഡ് ബികോമിൽ പിള്ളേർ പഠിച്ചെന്ന ഒരു വിഷയമാണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്. അപ്പൊ വരുന്ന നാളുകളിൽ തീർച്ചയായിട്ടും പഠിച്ചെന്ന കുട്ടികൾ ചെയ്യുന്ന ഒരു മേഖലയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. അപ്പൊ വലിയ സാധ്യതകളുണ്ട്. അതിനെക്കുറിച്ച് APJ അബ്ദുൽ കലാം സാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്, 2025-30 എത്തുമ്പോഴേക്കും ഇന്ത്യൻ ജനസംഖ്യയുടെ 25%
2,10,000 വാങ്ങുന്ന 200 പേര് വന്നാൽ അതൊരു 25% വേണ്ട, ഒരു 5% വാങ്ങാൻ തന്നെ എത്ര എത്തും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ അത്രയും പൊട്ടൻഷ്യലാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വളരുന്നത്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ കാര്യം, നല്ലൊരു കമ്പനി അല്ല എങ്കിൽ നമുക്കറിയാം, ഇപ്പൊ അടുത്ത് തൃശ്ശൂരുകാരൻ ഒരാൾ ജയിലിൽ കിടക്കുന്നുണ്ട് അല്ലേ, ഒരു കമ്പനി എന്തായിരുന്നു അതിന്റെ പേര്, ഈ നാട്ടിൽ നിന്നും പോയിട്ടുണ്ടോ കോടികൾ. എന്റെ വീടിന്റെ അടുത്ത് തൊട്ടടുത്തുള്ള ഒരു പാത്രമത്താത്ത അവരെ ലോറി ഇട്ട് അവർക്ക് ഒരു ചെറിയ വീടും സ്ഥലം വേറെ ഉണ്ടായിരുന്നു, അത് വിറ്റ് എല്ലാം കൂടി 1 കോടി രൂപയാണ് ആ കമ്പനിക്ക് ഇട്ടുകൊടുത്തത്. മൊത്തത്തിൽ എന്തായി, മണിച്ചേരായിരുന്നു, അത് പൊട്ടി അയാൾക്ക് ജയിലാണ്. പക്ഷെ നമുക്ക് വിശ്വസിക്കാം, കാരണം എന്താ, കമ്പനി മാനേജ്മെന്റ് മഹാവീർ മെറ്റൽസ് എന്ന് പറയുന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ പോലെ തന്നെയുള്ള ഇരുമ്പ് വ്യവസായികളാണ് മഹാവീർ മെറ്റൽസ്. അവരുടെ ഒരു ദീർഘവീക്ഷണമാണ്. നമ്മൾ ഇപ്പൊ 25 ജീവിക്കുന്നെങ്കിൽ അവർ 45 ജീവിക്കുന്നത്. കാരണം അത്രയും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടാണ് കമ്പനി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 2030 കടക്കുമ്പോഴേക്കും ഇന്ന് മുതൽ പ്ലെയിൻ വരെ മാർക്കറ്റ് ചെയ്യാനുള്ളതാണ് കമ്പനിയുടെ ബിസിനസ്. അതെല്ലാം പറയാം. അപ്പൊ അത്രയും ദീർഘവീക്ഷണമുള്ള ഒരു കമ്പനി നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഒക്കെ നാട്ടിൽ സാധ്യതയുണ്ട്. മൂന്നാമത്തെ കാര്യം പ്രൊഡക്റ്റാണ്. ഇപ്പൊ സാറ് നല്ല രീതിയിൽ തന്നെ പ്രൊഡക്റ്റിനെ പരിചയപ്പെടുത്തി ആയുഷ്മീന്റെ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് പറഞ്ഞു. നമുക്കറിയാം, നമ്മുടെ ആയുഷ്മീന്റെ സർട്ടിഫിക്കറ്റ് കേൾക്കുന്നത് അല്ലെങ്കിൽ വെൽനസിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നത് കോവിഡ് വന്ന സമയത്താണ് അല്ലേ. ഹലോ, കോവിഡ് വന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ആരോഗ്യമന്ത്രി ഒക്കെ വന്നിട്ട് TV വന്നിട്ട് ഒരേ കാര്യം പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ, നമുക്ക് പ്രതിരോധ ശേഷി വേണം. പ്രതിരോധ ശേഷി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഇതിൽ നിന്ന് മുക്തി നേടാൻ പറ്റുള്ളൂ. പ്രതിരോധ ശേഷി തീർക്കാൻ നിങ്ങൾ ആയുഷ്മീന്റെ സർട്ടിഫിക്കറ്റുള്ള ലേഖ്യങ്ങൾ കഴിയണമെന്ന് പറഞ്ഞു. അന്നൊരു പക്ഷേ TV കേട്ട ആളുകളൊക്കെ പോയിട്ട് കോട്ടയ്ക്കൽ ഔഷധി, നാഗാർജുന, കണ്ടംകുളത്തി ഇതിലെല്ലാം പോയിട്ട് ആയുഷ്മീന്റെ സർട്ടിഫിക്കറ്റുള്ള ലേഖ്യം ചോദിച്ചപ്പോൾ അവർക്ക് ഒറ്റ വാക്കേ പറയാനുള്ളൂ, ഞങ്ങളുടെ കയ്യിൽ അതില്ല, ഞങ്ങൾ അത് ഉണ്ടാക്കാനുള്ള ചട്ടി വെച്ചിട്ടേ ഉള്ളൂ. അതുള്ളത് ഇന്ത്യയിൽ ഒരേ ഒരു കമ്പനി, അതിന്റെ പേര് MI ലിസ്റ്റിലാണ്. അത് നമ്മുടെ കമ്പനിയുടെ ദീർഘവീക്ഷണമാണ്. കാരണം എന്താ, കോവിഡ് വന്നപ്പോൾ മാത്രം ഗവൺമെന്റ് ഒക്കെ മനസ്സിലാക്കി ഇനി വേണ്ടത് വെൽനസ് ആണെന്ന്. പക്ഷെ വർഷങ്ങൾ മുമ്പേ നമ്മുടെ കമ്പനി മനസ്സിലാക്കി ഇനി വരാൻ പോകുന്ന ജനങ്ങൾക്ക്, ഇന്ത്യൻ ജനങ്ങൾക്ക്, ഇന്ത്യൻ യൂത്തിന് വേണ്ടത് വെൽനസ് പ്രൊഡക്റ്റ് ആണ്. രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതല്ല, രോഗം വരാതിരിക്കാനുള്ള പ്രൊഡക്റ്റാണ് വേണ്ടതെന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ വെൽനസ് പ്രൊഡക്റ്റുകൾ ഓരോന്നായിട്ട് രൂപപ്പെട്ടുള്ളത്. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും കമ്പനി വന്നാൽ ഇതിനേക്കാൾ അടിച്ചുപോലെ എന്ന് ചോദിച്ചാൽ, നമ്മളെ ഈ വെൽനസ് പ്രൊഡക്റ്റ്, എലമെന്റ്സ് പ്രൊഡക്റ്റ്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ DBA അനന്തനാരായണ എന്ന് പറയുന്ന വ്യക്തിക്ക് പകരം മറ്റൊരാൾ ജനിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. കാരണം എന്താ, കേന്ദ്ര ഗവൺമെന്റ് പോലും ആയുർവേദത്തെ കുറിച്ച് എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് DBAയിൽ നിന്ന് മാത്രമേ ചിന്തിക്കൂ. ആ വ്യക്തി ഇന്ന് പ്രവർത്തിക്കുന്നത് നമ്മുടെ കമ്പനിക്ക് വേണ്ടി, നമ്മുടെ പ്രൊഡക്റ്റിന് വേണ്ടിയോ. അപ്പൊ പ്രൊഡക്റ്റിന്റെ കാര്യത്തിലും കുഴപ്പമില്ല. പിന്നെ വരുമാനത്തിന്റെ കാര്യത്തിലാണ്. കോവിഡ് വന്ന സമയത്ത് നമ്മൾക്കറിയാം, ഗൾഫിലുള്ള ആളുകൾ ജോലി നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നു. നമ്മുടെ നാട്ടിലുള്ള ഗവൺമെന്റ് ജോലിക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, ശമ്പളം വേണ്ടി കുറച്ചവരുണ്ട്, പ്രൈവറ്റ് ജോലിയിൽ നിന്നൊക്കെ ആളുകളെ പിരിച്ചുവിട്ടിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് നമ്മളെ കമ്പനി വെട്ടിക്കുറച്ചു. എന്താണെന്നറിയോ, ആ കോവിഡ് വന്ന സമയത്ത് നമ്മളെ കമ്പനി വെട്ടിക്കുറച്ചത് 1 ലക്ഷം ബിസിനസ് കൂടി മാച്ച് ചെയ്തവർക്കായിരുന്നു പെർഫോമൻസ് ബോണസ് കൊടുക്കുന്നതെങ്കിൽ കമ്പനി അത് വെട്ടിക്കുറച്ച് 50,000 മാച്ച് ചെയ്യുന്നവർക്ക് പെർഫോമൻസ് ബോണസ് കൊടുക്കാനാണ്. ഒരു 10,000 രൂപയുടെ പ്രൊഡക്റ്റ് മേടിക്കുന്ന സമയത്ത് 750 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ കൊടുക്കാമെന്ന് തീരുമാനിച്ച കമ്പനി അപ്പോൾ കോവിഡ് സമയത്ത്. അപ്പൊ നമുക്ക് ഈ 750 പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ അത്ഭുതമില്ല. പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, ഇന്ത്യയിലെ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഈ പ്രൊഡക്റ്റ് 10,750 ഫ്രീ മേടിക്കുകയാണെങ്കിൽ ആ സമയത്ത് ഏറ്റവും കുറഞ്ഞത് എത്ര കോടി രൂപ ഈ ഫ്രീ കൊടുക്കാൻ വേണ്ടി മാത്രം മാറ്റി വെക്കണം നമ്മുടെ കമ്പനി. അങ്ങനെ മാറ്റി വെച്ചൊരു കമ്പനിയാണ്. ആ കോവിഡ് സമയത്ത് ഏപ്രിൽ മാസത്തിലൊക്കെ നമുക്കറിയാം, പുറത്തേക്ക് ഇറങ്ങി വരുന്നേ ഉള്ളൂ. നമ്മളൊന്നും എന്ത് ചെയ്യണമെന്ന് അറിയാത്ത സമയത്തോ ഞാൻ നേരത്തെ MI ലിസ്റ്റിൽ ആയതുകൊണ്ട് മാത്രം ആ മാസവും ഞാൻ മേടിച്ചത് 6.5 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഞാൻ വരുമാനം മേടിച്ചതാണ്. അപ്പൊ എല്ലാ രീതിയിലും വരുമാനം ഒക്കെയാണ്. പല്ലില്ലേ പല്ലിലേക്കും അത് ഞാൻ കുളിക്കും. നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് പേസ്റ്റും ആവട്ടെ, ആ പേസ്റ്റ് ഒന്ന് ബ്രാൻഡ് മാറ്റി നമ്മളെ ബ്രാൻഡിലേക്ക് ഒന്ന് മാറുക. കുളിക്കുമ്പോൾ ഐശ്വര്യമായി വിളിച്ചത് മമ്മൂട്ടി വിളിച്ച് ഇന്ദുലേഖയൊന്നും മേടിച്ച് വിളിച്ചാൽ അതുപോലെ ആവില്ല. ഞങ്ങളുടെ നാട്ടുകാരൻ ജാതുവായിട്ടും പണ്ട് മമ്മൂട്ടിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. ഇന്ദുലേഖ സോപ്പാണ് എന്റെ സൗന്ദര്യ രഹസ്യം മമ്മൂട്ടി പറഞ്ഞ പരസ്യം കണ്ടിട്ട് ജാതുവാട്ടിന് വാങ്ങി ഉപയോഗിച്ചു. ജാതുവാട്ടിന് മമ്മൂട്ടിക്ക് ഒരേ വയസ്സാണ്. പക്ഷെ ജാതുവാട്ട് ഒരു 1.5 കൊല്ലം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴാണ് മമ്മൂട്ടിയുടെ ബർത്ത്ഡേക്ക് ഒരു ഫോട്ടോ ജാതുവാട്ടെ കാണുന്നത്. അന്നാണ് ജാതുവാട്ട് മനസ്സിലായത് മമ്മൂട്ടി എന്നെ പറ്റിച്ചു. അന്ന് ഒരു കൽക്കട്ട കോടതിയിൽ മമ്മൂട്ടിക്കെതിരെ കേസ് കൊടുത്തു. മമ്മൂട്ടി ചീറ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സത്യമായിട്ട് നടന്നൊരു കാര്യമാണെങ്കിൽ അന്വേഷിച്ചാൽ കിട്ടും. ജാതുവാട്ടിനെതിരെ കേസ് കൊടുത്തു. ജാതുവാട്ടെ കേസ് കൊടുത്ത് ലാസ്റ്റ് 30,000 രൂപ കൊടുത്ത കേസ് ഒതുക്കി. കാരണം എന്താ അറിയോ, പരസ്യത്തിൽ മമ്മൂട്ടി പറഞ്ഞു എന്റെ സൗന്ദര്യ രഹസ്യം ഇന്ദുലേഖ. ജാതുവാട്ടെ വിശ്വസിച്ചു, വാങ്ങി 1.5 വർഷം തേച്ചോ ഈ കലക്കി കുടിച്ചോ എന്നൊന്നും അറിയില്ല. പക്ഷേ മമ്മൂട്ടിന്റെ പോലും ജാതുവാട്ടിന്റെ പോലും ഡിഫറന്റ് ആയിരുന്നു. അപ്പൊ ഇതേപോലെയാണ് പല പരസ്യങ്ങൾ കണ്ട് നമ്മൾ പല സാധനങ്ങൾ മേടിക്കും. പകരം ആ ബ്രാൻഡ് ഒന്ന് മാറ്റി നമ്മൾ സോപ്പ് ഒന്ന് വാങ്ങി ഉപയോഗിക്കുകയും നിലത്തുടയ്ക്കാൻ, ബാത്റൂം കഴുകാൻ, പാത്രം കഴുകാൻ, തുണി അലക്കാൻ, ഇതൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് ശരിയല്ലേ? ആ ബ്രാൻഡ് ഒന്ന് മാറ്റി നമ്മൾ ഇവിടേക്ക് മാറുമ്പോൾ നമുക്ക് എങ്ങനെയാണ് പണം ഉണ്ടാക്കാം? ഹലോ, പണം ഉണ്ടാക്കണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്.
അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുന്നവരാണ് നമ്മുടെ കാരണന്മാരൊക്കെ തന്നെ. ശരിയല്ലേ? നമ്മുടെ കാരണന്മാരൊക്കെ പറയുന്നത് പല കാരണന്മാർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത്രയും കഠിനമായിട്ട് കഷ്ടപ്പെട്ടതാണ് ഞാൻ, എന്നിട്ട് എനിക്ക് ജീവിതത്തിൽ എവിടെ എത്താൻ പറ്റിയിട്ടില്ല. എന്തുകൊണ്ടാണ് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് രക്ഷപ്പെടാത്തത്? ഇത് അറിയോ? വരുമാനം ഇല്ലാതെ വേറെ എന്തെങ്കിലും അഭിപ്രായം? കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ഒരു മനുഷ്യൻ രക്ഷപ്പെടാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? സിമ്പിളായിട്ട് പറഞ്ഞാൽ രക്ഷപ്പെടുന്ന സ്ഥലത്ത് ആയിരുന്നില്ല അദ്ദേഹത്തിന്റെ കഷ്ടപ്പാട് എന്നുള്ളത് തന്നെയാണ് അതിന്റെ സത്യം. കാരണം നമുക്കൊന്നും അറിയില്ല എവിടെ രക്ഷപ്പെടുന്ന സ്ഥലം എന്ന് മനസ്സിലായിട്ടില്ല. നമ്മുടെ കുഞ്ഞുനാൾ മുതലേ നമുക്കൊരു ശീലമാണ് കുട്ടികളെ പിടിച്ച് രക്ഷപ്പെടണം മോനെ. ഉദാഹരണം പറഞ്ഞാൽ രക്ഷപ്പെടണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉദാഹരണത്തിന് ഇപ്പൊ മോളെ രക്ഷപ്പെടണമെന്ന് അച്ഛനമ്മയെ തീരുമാനിച്ചു. മോളോട് പറയുകയാണ് ദുബായിൽ എത്തിയാൽ രക്ഷപ്പെടും, ദുബായാണ് നമ്മുടെ ലക്ഷ്യം. എന്നിട്ട് കുഞ്ഞിനെ ദുബായി എത്തണം, കുഞ്ഞിനെ മനസ്സ് പറയാം ദുബായി എത്തണം. കുഞ്ഞിനെ കൊണ്ടുപോയി KSRTC കയറ്റിയിരിക്കും. ഇപ്പൊ കാസർഗോഡിനാണെങ്കിൽ KSRTC കയറ്റിയിരിക്കാൻ ഒരു 10 വയസ്സാകുമ്പോഴേക്കും, പക്ഷെ ഒരു 70-80 വയസ്സാകുമ്പോഴേക്കും ഇത് കന്യാകുമാരി എത്തും. അവിടെ എത്തുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത് കടൽ കടന്ന് അപ്പുറത്തേക്കാണ് പോകുന്നത്, ഞാൻ കയറിയ വണ്ടി മാറിപ്പോയിട്ടുണ്ട്. ഇതൊക്കെ വിടുതന്നെയാണ്. 70-80 വയസ്സായി ഒന്നിനും പറ്റാതിരിക്കുമ്പോൾ തിരിച്ചു വന്ന് വണ്ടി മാറി കയറാനുള്ള സമയം നമുക്ക് കിട്ടില്ല. അത് മനസ്സിലാക്കാൻ ഇപ്പൊ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഇന്ന് നിങ്ങളൊന്ന് മാറി കയറാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ലൈഫിൽ നിങ്ങൾ പണം കൊണ്ട് നേടാവുന്ന നിങ്ങളുടെ പ്ലാനാണ് കേട്ടോണ്ടിരിക്കുന്നത്. റെഡിയാണോ? ഹലോ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ സിമ്പിൾ. കുറച്ച് പ്രൊഡക്റ്റ് നിങ്ങൾ മേടിക്കാൻ, നിങ്ങൾ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നിങ്ങൾ ഈ സമൂഹത്തിലുള്ള ആളുകളായതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ മേടിക്കുന്ന ഒരു 10 പേർക്ക് 10 പേര് സാർ പറഞ്ഞ ഒരു 10 പേജ് മേടിക്കില്ല സാർ, ഒരാൾക്ക് പേജ് കൊടുത്തൂടെ? ഇങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു 10 പേർക്കുള്ള സാധനങ്ങൾ നിങ്ങൾ മേടിക്കാം. മേടിച്ചതിന് ശേഷം നിങ്ങൾ അവർക്ക് അതൊന്നും കൊടുക്കാൻ തയ്യാറാവാം. ഹലോ അത് കൊടുത്തതിന് ശേഷം നമുക്കൊരു ടീം ഉണ്ടാക്കണം. ആളെ പിടിക്കുകയല്ല, ആളെ പിടിക്കാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് അതിനെ കാണരുത്. അത് വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറയാം. പ്രിയേഷ് എന്ന് പറയുന്നത് ഞാൻ വയനാട് ജില്ലയിൽ ആദ്യമായിട്ട് ഒരു ഷോപ്പ് തുടങ്ങി. ആ ഷോപ്പിന്റെ പേര് 42 80 44 779. അതാണ് എന്റെ ഫസ്റ്റ് ഷോപ്പ്. ബോബി ചെമ്മണ്ണൂർ നടത്തുന്നത് ജ്വല്ലറിയാണ്. നിങ്ങളുടെ നാട്ടിലുള്ള സാധാരണ ജ്വല്ലറിക്കാരൻ നടത്തുന്ന ജ്വല്ലറിയാണ്. രണ്ടിലും സ്വർണ്ണമാണ് നടത്തുന്നത്. ശരിയാണ്. പക്ഷെ ആരാണ് കോടീശ്വരൻ? ബോബി ചെമ്മണ്ണൂർ. കുറെ ആളുകൾ സൂപ്പർ മാർക്കറ്റുകൾ നടത്തുന്നുണ്ട്. പക്ഷെ MA യൂസഫലിയാണോ അവരാണോ കോടീശ്വരൻ? അല്ലെ? എന്തുകൊണ്ടാണ് അവർ കോടീശ്വരനായിട്ട് മറ്റൊരു സാധാരണ രീതിയിലായത്? നമ്മുടെ നാട്ടിൽ ഒരുപാട് പേര് ചിക്കൻ പൊരിച്ച് വിൽക്കുന്നുണ്ട്. പക്ഷെ KFC ആണോ ഇവരാണോ കോടീശ്വരൻ? നമ്മൾ വെറുതെ ചിന്തിച്ച് നോക്കിയാൽ ഒരു തിരിച്ചറിവ് നമ്മൾ കിട്ടും. കാരണം ഇങ്ങനെ ആവാൻ കാരണം എന്താണെന്നറിയോ? അവർ ഒരു ഷോപ്പിൽ നിന്ന് നടക്കുന്ന കച്ചവടത്തിന്റെ ലാഭം മാത്രം എടുക്കുന്നവരല്ല. അവർ അവരുടെ ഫ്രാഞ്ചൈസികൾ ഇന്ത്യക്കും വെളിയിലേക്കും ഫ്രാഞ്ചൈസികൾ ഇട്ടപ്പോ അവിടെയൊക്കെ നടക്കുന്ന കച്ചവടത്തിന്റെ ലാഭം അവരുടെ അക്കൗണ്ടിലേക്ക് വന്നതാണ്. അവരൊക്കെ കോടീശ്വരന്മാരാകാനുള്ള കാരണം. മനസ്സിലാവുന്നില്ലേ? അപ്പൊ ഞാൻ ഇതേപോലെ ബസ് തുടങ്ങിയ ഷോപ്പ് വയനാട്ടിൽ. അതിനുശേഷം ഇന്ന് ഏകദേശം 60,000-ൽ കൂടുതൽ ഷോപ്പുകൾ ഇന്ത്യ മുഴുവനായിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഓരോ വ്യക്തിയും 1 ലക്ഷത്തിന്റെ പർച്ചേസ് നടത്തുമ്പോൾ തന്നെ അതിന്റെ 12% വരുമാനം. അതുകൊണ്ടാണ് കമ്പനിയിൽ 234-ാമത്തെ ആഴ്ചയിൽ തന്നെ ആഴ്ച വരുമാനം 2 ലക്ഷത്തിൽ വരുമാനം. 30 കൂടുതൽ ആളുകൾ എന്റെ കൂടെ 2 ലക്ഷത്തിൽ വരുമാനം മേടിക്കുന്ന ആളുകൾ വർക്ക് ചെയ്യുന്നു. അഭിമാനത്തോടെ പറയും ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനത്തും എനിക്ക് ബിസിനസ് ഉണ്ട്. പക്ഷെ ഞാനൊരു മലയാളിയും അഹങ്കാരി ആയതുകൊണ്ട് ഏത് സംസ്ഥാനത്ത് പോയാലും ഞാൻ മലയാളി പറയാറുള്ളൂ. തെലുങ്കാനെ പോയി അവിടെ എല്ലാവരും ഇങ്ങനെ എന്നോട് അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഒരാളിനോട് അക്കടെ പൂച്ച വന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. പക്ഷെ അതിനൊക്കെ പരിഹാരം ഞാൻ നേടി. കാരണം അയാൾ അവിടെ പോയിരിക്കാനാ പറഞ്ഞതാണ്. പിന്നെ മറ്റൊരു പറയട്ടെ, ഞാൻ അവിടെ കയറിയിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇതേപോലെ ഒറ്റ മലയാളത്തിൽ തന്നെ ഞാൻ മീറ്റിംഗ് എടുത്തു. അവരൊക്കെ എന്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. പിന്നെ മറ്റേ ആൾക്കാരെ ചർച്ച ചെയ്ത് കൊടുത്തപ്പോഴാണ് അവർ കൈയടിക്കുന്നതും വിസിലടിക്കുന്നതും ഒക്കെ. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ മലയാളികൾ നമ്മുടെ ഭാഷ വിട്ട് കളയാൻ പാടുള്ളൂ. ഹലോ വേറെ ഒന്നുമല്ല, മലയാളം ഒരു ഭാഷ എനിക്ക് അറിയില്ല. എല്ലാവർക്കും ഉണ്ട്. ഈ ബിസിനസ് ഇന്ത്യ മുഴുവൻ വരുന്ന ആളുകൾ മറ്റു രാജ്യങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണെന്ന് നമ്മളെ കിട്ടുമ്പോഴും നമ്മളെ പ്രശ്നം എന്താ പറയുക? അയ്യോ ഞാൻ എങ്ങനെ ചെയ്യും? ഞാനൊരു സാധാരണ വീട്ടമ്മയല്ലേ, എനിക്ക് ആരോടും അങ്ങനെ പരിചയമില്ലല്ലോ എന്നൊക്കെയുള്ള പ്രശ്നങ്ങളാണ് നമുക്കുള്ളത്. അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ട് പ്രൊഡക്റ്റ് എടുത്തതിന് ശേഷം ഭ്രാന്തനായ ടൗണിൽ ഇറങ്ങിയ അവസ്ഥ ചെയ്തു. ഭ്രാന്തനായ ടൗണിൽ ഇറങ്ങിയ അവസ്ഥ എന്താ അറിയോ? അതിന് പൈസക്കാരെന്നോ പാവപ്പെട്ടവരൊന്നുമില്ല, കറുത്തവനോ വെളുത്തവനില്ല, ആണോ പെണ്ണോ വ്യത്യാസമില്ല, എല്ലാവരെയും കഴിയും. ശരിയല്ലേ? ബിസിനസ് കിട്ടിയപ്പോൾ ഞാനും അങ്ങനെ കഴിക്കാൻ തുടങ്ങി. ആ കടി എന്താണെന്ന് വെച്ചാൽ പുതിയ ആളുകളിലേക്ക് ബിസിനസ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് എന്റെ ഡ്യൂട്ടിയാണ്. കാരണം എന്താ? ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത നിങ്ങൾ ഓരോരുത്തരും ഈ ബിസിനസ് കിട്ടുന്നതിന് മുമ്പ് പല മേഖലയിൽ പ്രവർത്തിച്ചതാ. പക്ഷെ ആരോ വന്ന് നിങ്ങൾക്ക് ഈ ബിസിനസ് പറഞ്ഞു തന്നപ്പോഴാണ് തിരിച്ചറിവുണ്ടായത് ഇങ്ങനെ ഒരു ബിസിനസ് ഉണ്ട്. ശരിയോ തെറ്റോ? അതിനുശേഷമാണ് നിങ്ങൾ പലരും സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? അപ്പൊ ഇനി നിങ്ങളുടെ ഡ്യൂട്ടി എന്താ? ഇതറിയാത്ത നൂറുകണക്കിന് ആളുകൾ നമ്മളുടെ പഞ്ചായത്തിലുണ്ട്. അവരോട് ബിസിനസ് പറയുന്ന ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മൾ പറഞ്ഞില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നറിയോ?
ഹലോ, അതിനൊരു കഥ പറഞ്ഞാ. കഥ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? ഇഷ്ടമാണ്. കഥ വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, കല്യാണം കഴിഞ്ഞ ഒരു ഭാര്യയും ഭർത്താവും കല്യാണം കഴിഞ്ഞ ദിവസം തന്നെ അവർ ഹണിമൂണിന് പോകുന്നു. കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം ഹണിമൂണിന് പോകുന്നു. നിങ്ങൾ പോയിട്ടുണ്ടോ? ഹലോ, പോയിട്ടുണ്ടോ? ഹണിമൂൺ വന്നാൽ അറിയില്ലേ? കല്യാണം കഴിച്ചു ഉടനെ ഭാര്യയും ഭർത്താവും കൂടി ഹണിമൂണിന് പോകുന്ന തീരുമാനിച്ചത് കാശ്മീരിലേക്കാണ്. അവർ ട്രെയിനിലാണ് പോണേ. ട്രെയിനിൽ പോകാൻ വേണ്ടി തീരുമാനിച്ചു. അവർ ട്രെയിനിൽ കയറി. ഭാര്യ മുന്നിലും ഫ്രണ്ടിലിരിക്കണം, ഭർത്താവ് ഇപ്പോൾ ഇരിക്കണം. ട്രെയിനിങ്ങനെ ഒഴുകി പോകുമ്പോൾ ഭർത്താവ് നിങ്ങൾ വെറുതെ ചിന്തിച്ചു, നിങ്ങളൊക്കെ കല്യാണം കഴിച്ചതല്ലേ? ആ കഴിച്ചതിന്റെ പിറ്റേ ദിവസത്തെ ഭാര്യന്റെയും ഭർത്താവിന്റെയും പ്രത്യേകത ശ്രദ്ധിച്ചിട്ടോ? ബൈക്കിലൊക്കെ പോണെങ്കിൽ ഭാര്യ അങ്ങനെ പിടിച്ചിട്ട് കഴുത്തങ്ങനെ ഞെരിച്ചു പിടിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങനെ യാത്ര. കാരണം ആ സമയത്ത് അങ്ങനെ ആയിരിക്കും മനസ്സ്. ശരിയല്ലേ? ഇതൊന്നും അറിയാത്ത പോലെ, ഒന്നും അറിയാത്ത പോലെ പറയുന്നത് ഏതോ ലോകത്ത് വേറെ ഒന്നും അറിയാത്ത പോലെ ആയിരിക്കും. ഇങ്ങനെ മുന്നിലിരിക്കുന്ന ഭാര്യയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ഭർത്താവിന് എന്തായാലും എന്തൊക്കെയോ ആഗ്രഹം തോന്നും. സർവ്വസാധാരണമാണ്. ട്രെയിൻ പക്ഷെ കുരുങ്ങി ഇങ്ങനെ പോകുമ്പോൾ ഭർത്താവ് ഇങ്ങനെ നോക്കി പെട്ടെന്ന് ഒരു ഗുഹേനുള്ള കൂടെ ട്രെയിനിൽ കയറി. ഗുഹേൻ്റെ കയറിയപ്പോൾ പെട്ടെന്ന് ഇരുട്ട് വന്നു. ഇരുട്ട് വന്നപ്പോൾ ഭർത്താവ് പതുക്കെ ഇങ്ങനെ നിവർന്ന് വന്നപ്പോഴേക്കും ഗുഹേന് പുറത്തേക്ക് വന്നു. ട്രെയിൻ വെളിച്ചം വന്നു. മൂപ്പര് പാവം തന്നെ ഇല്ല. അങ്ങനെ പിന്നെ മൂപ്പര് ഇങ്ങനെ മനസ്സിൽ വെച്ച് ദൈവമേ ഈ ഒരു ഗുഹയെ കൂടി വന്നിരുന്നെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കി. കാരണം വേറൊന്നല്ല, ഒരു ഉമ്മ കൊടുക്കണമെന്നാണ് മൂപ്പര് ആഗ്രഹം. അടുത്തൊക്കെ വന്നു. അപ്പോഴും മൂപ്പര് പതുക്കെ നീറ്റു. പക്ഷെ വീണ്ടും വെളിച്ചം വന്നു. ഒരു 4-5 പ്രാവശ്യം മൂപ്പര് പതുക്കെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ വെളിച്ചം വന്നപ്പോൾ മൂപ്പര് പിന്നെ അവിടെ തന്നെ കയറി. പിന്നെ വന്ന ഗുഹ എന്ന് പറഞ്ഞാൽ കൊങ്ങൻട്രയിലേക്ക് ആയിരുന്നു. അതിൻ്റെ ഉള്ളിലേക്ക് കയറി കുറേ നേരം ഇട്ട മൂപ്പര് വിചാരിച്ചു ഇപ്പൊ വിളിച്ചു വരും വിചാരിച്ചു അവിടെ തന്നെ ഇരുന്നു. കുറേ സമയം കഴിഞ്ഞ് ലാസ്റ്റ് വെളിച്ചം വരാമെന്ന് മൂപ്പര് പതുക്കെ ഇരിക്കാൻ നേരത്താണ് വീണ്ടും വെളിച്ചം വന്നു. അപ്പൊ ലാസ്റ്റ് മൂപ്പരിങ്ങനെ ആകെ വെപ്രാളപ്പെട്ട് ടെൻഷൻ അടിച്ച് ഭാര്യനെ മോട്ടേക്ക് വെക്കുമ്പോൾ ഭാര്യയും ഭയങ്കര വെപ്രാളത്തിലാണ്. അപ്പൊ ഭാര്യ മോട്ടേക്ക് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ ഗുഹയ്ക്ക് ഇത്രയും നീളം ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പൊ ഭാര്യ ചോദിച്ചു, അതെന്തായിട്ടാണ്? അത് ഇത്രയും നീളം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ സമയത്ത് നിനക്ക് ഉമ്മ തന്നേനേന്ന് പറഞ്ഞു. അപ്പൊ അവള് ചുറ്റും നോക്കി പറഞ്ഞു, ചേട്ടന് മാത്രമേ അറിയാത്തതുള്ളൂ ഈ ഗുഹയ്ക്ക് ഇത്രയും നീളം ഉണ്ടെന്നുള്ളത്. ഇത് അറിയുന്ന ആരൊക്കെയോ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു പറഞ്ഞതിന് അർത്ഥം വല്ലതും മനസ്സിലായ? നമുക്ക് മാത്രമല്ല ബിസിനസ് അറിയുന്ന ആളുകൾ വേറെയുണ്ട്. നമ്മൾ പറയണമെന്ന് കാത്തിരിക്കുമ്പോഴേക്കും ആളുകൾ വന്ന് കാര്യം സാധിച്ചിട്ടുണ്ട്. അവിടെ അതിനെയാണ് സംഭവിച്ചത്. മറ്റൊരു ആളുകൾ കൊണ്ട് കാര്യം സാധിക്കുന്നുള്ളൂ. അപ്പൊ നമ്മളെടുത്ത് മനസ്സിലാക്കണം, ബിസിനസ് നമ്മളെ കിട്ടി. ഇന്ന് ഈ ലോകത്ത് മനുഷ്യർ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യയിലെടുത്ത് നോക്കിയാൽ തന്നെ 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന് ആരോഗ്യ പ്രശ്നം, ഒന്ന് സാമ്പത്തിക പ്രശ്നം. ശരിയല്ലേ? ഈ 2 പ്രശ്നങ്ങളുടെ പരിഹാരമാണ് MIS. അതിലൊരു തടസ്സമല്ല. ആരോഗ്യ പ്രശ്നം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ, ഷുഗർ, തൈറോയ്ഡ്, വെരിക്കോസ് വെയിൻ, ആസ്മ, പൈൽസ് തുടങ്ങിയിട്ടുള്ള രോഗങ്ങൾ ജീവിതശൈലി രോഗങ്ങളാണ്. ഇത് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ച് മാറി ഏതെങ്കിലും ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. തൈറോയ്ഡ് ഓപ്പറേഷൻ ചെയ്യും, വെരിക്കോസ് വെയിൻ ഓപ്പറേഷൻ ചെയ്യും, പൈൽസ് ഓപ്പറേഷൻ ചെയ്യും. ശരിയല്ലേ? ഷുഗർ ഉണ്ടെന്ന് പറഞ്ഞ സമയം തൊട്ട് ഒരു 80 വയസ്സ് വരെ ജീവിക്കേണ്ട ആളെ 60 വയസ്സ് കൊണ്ടുപോയിട്ട് തീർക്കും. ശരിയല്ലേ? പക്ഷേ ഞാൻ ഉറപ്പ് തരുന്നു, ഇവിടെ ഇരിക്കുന്നതിൽ തന്നെ പലർക്കും ഇതേ പ്രശ്നങ്ങൾ, പല പ്രശ്നങ്ങളും പൂർണ്ണമായിട്ടും മാറിയത് MIS-ന്റെ ആ ജീവിതശൈലി രോഗങ്ങൾ മാറ്റിയെടുക്കാൻ നമ്മളെ പറ്റും. രണ്ടാമത് എന്താണെന്നറിയോ? സാമ്പത്തിക പ്രശ്നം. ഇന്നിവിടെ ഇരിക്കുന്നതിൽ കടമുള്ളവരില്ലേ? ഹലോ, ഒരു 5 ലക്ഷത്തിന് മുകളിൽ കടമുള്ള എത്ര പേരുണ്ട്? മുതൽ നേടി അടിപൊളി, ഒരുപാട് പേരുണ്ടല്ലോ. എല്ലാവർക്കും നല്ലൊരു കയ്യടി കൊടുക്കും. കടമുള്ളവർക്ക് എന്തിനാ കയ്യടി എന്ന് ചോദിച്ചാൽ, കടമില്ലാത്തവർ പ്രശ്നമായിട്ടല്ല കേട്ടോ. കടമുള്ളവർക്ക് കയ്യടി കൊടുക്കാൻ കാരണം ഒന്നേ ഉള്ളൂ. 5 ലക്ഷം കടമാക്കാൻ അല്ലെങ്കിൽ 10 ലക്ഷം കടമാക്കാനുള്ള കപ്പാസിറ്റി ഉള്ളവനെ 10 കോടിയോ 100 കോടിയോ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും. കടമുള്ളവർ രക്ഷപ്പെടാനുള്ള വഴി പറയുന്നവനാണ്. അല്ലെങ്കിൽ 1000 കിട്ടും, 500 ചെലവാക്കും, 500 മിച്ചം പിടിക്കും. അങ്ങനെ ഒരിക്കലും കടം ഉണ്ടാവില്ല. പക്ഷെ മറ്റൊരു 1000 കിട്ടുമ്പോൾ 5000 ചെലവാക്കി എന്തെങ്കിലും മെച്ചപ്പെടണമെന്ന് ആഗ്രഹിക്കും. അപ്പൊ കടം പോകും. ഹലോ, എന്റെ രീതിയിൽ പോയി വീട് സ്ഥലം കടാക്കരുത്. കടമുള്ളവനെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സമയത്തിനാണ് വില. നമ്മൾ മറ്റുള്ള കാര്യങ്ങൾക്ക്, ഞാൻ എൻ്റെ ഈ ബിസിനസ് കേട്ടതിന് ശേഷം ഞാൻ എൻ്റെ കണ്ണൂരിൽ നിന്ന് വയനാട്ടിൽ നിന്ന് കണ്ണൂരിലേക്ക് മാറാൻ കാരണം എന്താണെന്നറിയോ? എന്നും ഉപദേശം മാത്രമേ ഉള്ളൂ, കളിയാക്കൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുടുംബത്തിലെ അനിയൻ CRPF-ല്, അതുപോലെ തന്നെ അനിയന്മാർ ഗൾഫില്, ചെറിയമ്മന്റെ മക്കൾ ഗൾഫില്, അങ്ങനെ ഇവരൊക്കെ ഇടയിൽ ഞാൻ മാത്രം ലോറി ഡ്രൈവർ. എന്നും ഉപദേശം. നീ വല്ല ജ്വല്ലറിയിൽ പോയി നിൽക്കടാ, നീ ഈ സോപ്പ് പേശി വിട്ടിട്ട് എന്താ കാര്യം എന്ന് ചോദിച്ചത് ഉപദേശമായിരുന്നു. ലാസ്റ്റ് ഗൾഫിലേക്ക്, ഒമാനിലേക്ക് എനിക്കൊരു ടിക്കറ്റ് റെഡിയാക്കി തന്നു. അടിയുന്നു 30,000 രൂപ ശമ്പളം. ഇതിനൊക്കെ തരണം ചെയ്ത്, ഈ കളിയാക്കലിനെ കുറ്റപ്പെടുത്തലിനൊക്കെ തരണം ചെയ്തത് നിരന്തരമായിട്ട് ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തതിനോട് ഒറ്റ കാരണമാണ്.
നിരന്തരമായി ട്രെയിനിങ് എടുത്തിട്ട് എനിക്ക് ഒരു കാര്യം മനസ്സിലായി. ഞാൻ അനിയനോടൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളൂ, അടുത്തൊരു വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മൊത്തം കിട്ടുന്ന ശമ്പളം നിങ്ങൾ ഒരു ഭാഗത്ത് വെച്ചോ, കുടുംബത്തിലെല്ലാവരുടെയും എന്റേത് മാത്രം ഞാൻ ഒരു സൈഡിൽ വെക്കാം. എന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വരുമാനം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കുന്നത്. വരുമാനം 6 ലക്ഷത്തിന് മുകളിലാണ്. ഇപ്പോഴും എനിക്ക് ഡൗട്ടുകളൊക്കെ ഞാൻ കാണിച്ചു തരാൻ തയ്യാറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒരു ലോറി ഡ്രൈവറിൽ നിന്ന് എങ്ങനെ ഈ മാറ്റം ഉണ്ടാക്കി. കാരണം പണമില്ലാത്തതിന്റെ പേരിൽ എവിടെ ചെല്ലുമ്പോഴും അവഗണനയാണ്, കുറ്റപ്പെടുത്തലാണ്. എന്റെ അനിയനും ഞാനുണ്ട്. അനിയനും ഞാൻ 2 വയസ്സ് വ്യത്യാസമുള്ളൂ. പെണ്ണുണ്ട്, കുടുംബത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുണ്ട്, പെണ്ണ് കാണാൻ പോകണമെന്ന് എന്നോടാണ് കുടുംബക്കാരെന്ന് പറയാ. എന്നിട്ട് പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ സന്തോഷിക്കും. പെണ്ണ് കാണാൻ പോകാൻ എന്നോടാണല്ലോ പറയുന്നത്. അപ്പൊ എനിക്കാണ് വിചാരിച്ചാൽ ഞാൻ സന്തോഷിക്കുക. അവസാനം അവർ എന്നോട് പറയും നിനക്കല്ല, അവനാണ് ചെയ്യാത്തത്. കാരണം എന്റെ ജോലി എന്താണെന്ന് എനിക്ക് പറയാൻ പോലും അറിയില്ല. പക്ഷെ ഈ നാടകത്തിൽ എല്ലാവരും മാമന്റെ മോളുണ്ട്, മാമന്റെ മോളെ ലാസ്റ്റ് എനിക്ക് തന്നില്ല, അനിയന് കൊടുത്തു. കുഴപ്പമില്ല, എന്നാലും സങ്കടമൊന്നുമില്ല, ചെറിയൊരു വിഷമത്തിൽ ജോലി ഇല്ലാത്തതല്ലേ. പക്ഷെ കിട്ടിയ അവസരം എന്താണ്, അതിന്റെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ ഈ ബിസിനസ്സിൽ തന്നെയാണ് ഞാൻ പെണ്ണ് കെട്ടിയത്. പെണ്ണ് കെട്ടിയിട്ട് 2 വർഷം ആയിട്ടേ ഉള്ളൂ. കെട്ടിയ പെണ്ണിനെ കൊണ്ട് ഫസ്റ്റ് പോയത് കുളു മണാലി ഒക്കെ പോയിട്ട് ടൂർ പോയിട്ട് വന്നതിന് ശേഷം വാശിയായിരുന്നു. എന്റെ കുടുംബത്തിൽ ഒരു പെണ്ണുങ്ങളും വിദേശത്തേക്ക് പോയിട്ടില്ല. ഞാൻ അവളെ കൂടി നേരെ തായ്ലാൻഡിലേക്ക് പോയി. തായ്ലാൻഡ് ടൂറൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അടുത്ത മാലിദ്വീപ്സിലേക്ക് പോകാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് സ്ഥിരമായിട്ട് നമ്മൾ പ്രൊഡക്റ്റായ മാനുഫാക്ചറിംഗ് കഴിക്കുന്നത് കൊണ്ട് പിന്നെ പോകാൻ പറ്റാത്തൊരവസ്ഥ. അതെന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ മതി. ഇപ്പൊ 1 വയസ്സ് 2 1.5 വയസ്സായി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്നറിയോ, എവിടെയൊക്കെ നമ്മൾ പണമില്ലാത്തതിന്റെ പേരിലോ മറ്റുള്ളവരുടെ അവഗണന സഹിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തിരിച്ചെഴുന്നേറ്റ് നിൽക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓഫറാണ് നിങ്ങൾക്ക് മൈലേഷ്യൻ മാർക്കറ്റിംഗ് നിങ്ങൾ മുമ്പിലേക്ക് വെച്ചത്. എന്റെ ഏട്ടൻ ശ്രീധർ ഫൈനാൻസിൽ മാനേജറാണ്. 1.5 ലക്ഷത്തിന് മുകളിൽ ശ്രീധർ ഫൈനാൻസിലെ കമ്പനി പേര് വന്നത് വരുന്നതല്ല, അടവ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. 1.5 ലക്ഷത്തിന് മുകളിൽ സാലറി മേടിക്കുന്ന ഏട്ടൻ ഉപയോഗിക്കുന്ന വണ്ടി റിക്സാണ്, സെക്കൻഡ് ഹാൻഡ് 3 ലക്ഷത്തിന്റെ വണ്ടിയാണ്. ഞാൻ ഈ സോപ്പ് ബേസിന്റെ ബിസിനസ്സില് ഞാൻ SCC റാങ്കിൽ ആണപ്പോൾ ഞാൻ ഒരു കാർ മേടിക്കാൻ തീരുമാനിച്ചു. ആദ്യം മേടിക്കാൻ തീരുമാനിച്ച കാർ i20 കാറായിരുന്നു. i20ക്ക് പുതിയതിന് വില 10,10,000 രൂപയായിരുന്നു അന്നത്തെ ഓണറോട് റൈറ്റ്. അപ്പൊ ഞാൻ എന്റെ ഏട്ടനെ വിളിച്ചു ചോദിച്ചു, ഏട്ടാ ഞാനൊരു വണ്ടി വാങ്ങുന്നുണ്ട്. അപ്പൊ എന്നോട് ചോദിച്ചു ഏതാണ് വണ്ടി? ഞാൻ i20 ആണ്. അടിപൊളി എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു എത്ര രൂപയോ? അപ്പൊ ഞാൻ കുറച്ച് നിങ്ങൾ ലോൺ തരുമെന്ന് അദ്ദേഹം വിളിച്ചത്. അപ്പൊ എത്രയാന്ന് ചോദിച്ചു. ഞങ്ങൾ 10,10,000 തന്നു. അപ്പൊ ആള് വീണ്ടും പിന്നെ എന്നോട് ചോദിച്ചു ഇത് പുതിയതാണോ? അപ്പൊ ഞാൻ പറഞ്ഞ പുതിയ വണ്ടിയാണ്. നീ എന്തിനാ പുതിയത് എടുക്കുന്നത്, സെക്കൻഡ് ഹാൻഡ് എടുത്താൽ പോലെ? ഞാൻ പറഞ്ഞ അല്ല ഏട്ടാ, എനിക്ക് പുതിയത് എടുക്കണം, അതുകൊണ്ടാണ്. കമ്പനി അങ്ങനെയാണ്. ഒരേ പറഞ്ഞ എന്നോട് സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ. കാരണം എന്നറിയോ, ഏട്ടൻ എന്നോട് സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ പറയാൻ മറ്റേ കാരണമേ ഉള്ളൂ. കുടുംബത്തിലെ ഏറ്റവും വലിയ കാര്യം മുപ്പതാണ്. 3 ലക്ഷത്തിന്റെ റിക്സ് സെക്കൻഡ് ഹാൻഡ്. അപ്പോഴാണ് ഞാൻ സോപ്പ് ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്, വലിയ വണ്ടി മേടിക്കുന്നത്. അതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് എടുക്കാൻ പറഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് എന്നോട് പറഞ്ഞു നീ കുക്കിലൊന്നും കുത്തിയാൽ പറയാന്ന് ചോദിച്ചു. അപ്പൊ അതെന്നെ എന്റെ കമ്പനിയും കളിയാക്കുമ്പോൾ എനിക്ക് തോന്നി. ഞാൻ ഏട്ടനോട് ഏട്ടന്റെ കമ്പനി എങ്ങനെയാണ് കുക്കിലൊന്നും കൊത്താനേ പഠിപ്പിക്കുന്നുള്ളൂ. ഞങ്ങളുടെ കമ്പനിക്ക് ഒരു പ്രത്യേകത, ഈ ഭൂമിക്ക് കീഴിൽ പണം കൊണ്ട് നേടാവുന്നത് എന്തും നീ ആഗ്രഹിച്ചോ അത് കൊത്താനുള്ള കൊക്കിന്റെ വലിപ്പം നമ്മളെ കമ്പനി വെപ്പിച്ചത് എന്ന് പറയുന്ന കമ്പനിയാണ് ഞാൻ ഉള്ളത്. അതിനോടൊന്നും നിങ്ങൾക്ക് അഹങ്കാരമാണ്. ശരി, ഞാൻ ലാസ്റ്റ് HDFC ലോണൊക്കെ പാസ്സാക്കി ഞാൻ വണ്ടി ഇറക്കി. അന്നൊക്കെ ചെറിയ വരുമാനമേ ഉള്ളൂ. വണ്ടി ഇറക്കി മാസം 18,000 രൂപ അടവുണ്ട് കേട്ടപ്പോഴെല്ലാം പറഞ്ഞപ്പോൾ 3-4 മാസം കൊണ്ട് പിടിച്ചിട്ട് പോകുന്നു കുടുംബങ്ങളൊക്കെ. എന്റെ വീട്ടിന് ഒരു ഫോട്ടോ എടുത്തിട്ട് അവർ കൊണ്ടുപോയിരുന്നു. പക്ഷെ ആ ഫോട്ടോ ക്ലാരിറ്റി ഇല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് അവർ വീണ്ടും ഫോട്ടോ എടുക്കാൻ വന്നപ്പോഴേക്കും എന്റെ വല്യമ്മ നിങ്ങളെ പോലെ തന്നെ ഒരു ചെറിയ BBC നമ്മളൊക്കെ മാതൃഭൂമി ഏഷ്യാനെറ്റ് ആയിട്ടുണ്ടാവും. പക്ഷെ വല്യമ്മ BBC എന്ന് പറയുമ്പോൾ വളരെ മുഖത്തൊരു ആശങ്ക, ഇതെന്താ സാധനം ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. നമ്മൾ പണ്ടൊരു ഗസറ്റ് ഉണ്ടായിരുന്നു, ആമിനത്താത്ത കേട്ടിട്ടുണ്ട്. ആമിനത്താത്താന്റെ ഗസറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ആമിനത്താത്ത ഒരു ദിവസം ഒരു പെൺകുട്ടീനെ ഇങ്ങനെ ഭയങ്കരമായിട്ട് അടിച്ച് പെൺകുട്ടി ഇങ്ങനെ കരയുമ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, അല്ല ആമിനത്താത്ത എന്തിനാണ് നിങ്ങൾ ഈ കുട്ടീനെ ഇങ്ങനെ തരുന്നത്? അപ്പൊ ആമിനത്താത്ത ഒന്നും പറയണ്ടാവില്ലേ, ഇവള് 12 വർഷം മുമ്പ് എന്നെ ഇപ്പൊട്ടാമസേനെ വിളിച്ചു. 12 വർഷം മുമ്പ് ഇപ്പൊട്ടാമസേനെ വിളിച്ചത് എന്തിനാ ആമിനത്താത്ത ഇപ്പൊ തരണമെന്ന് വെച്ചപ്പോൾ ആമിനത്താത്ത പറയാ, ഒന്നുമില്ല പിള്ളേ, കഴിഞ്ഞ ആഴ്ചയിലല്ലേ ഞാൻ മൃഗശാലയിൽ പോയിട്ട് ആ ജന്തുവിനെ കണ്ടത്, ഇത്രയും വൃത്തികെട്ട ഒരു ജന്തു. കാരണം 12 വർഷം മുമ്പ് ആമിനത്താത്താനെ ഇപ്പൊട്ടാമസേനെ വിളിച്ചിട്ട് 12 വർഷം കഴിഞ്ഞിട്ട് ആമിനത്താത്ത തരുന്നത്. അതേപോലെയാണ് ഇപ്പൊ ഈ BBC എന്ന് പറഞ്ഞ ചിലരെ ഇതന്നെയാണല്ലോ എന്നെ മറ്റൊരു വിളിച്ചതെന്ന് കൂടി തോന്നല്. പെട്ടെന്ന് മുഖത്തൊക്കെ ഒരു ആക്സിഡന്റ് ചെയ്തിട്ടുണ്ട്. വല്യമ്മ വേറെ ഒന്നുമില്ല, അവർ വന്ന് കാര്യങ്ങൾ ഫോട്ടോ എടുത്ത് പോയപ്പോഴേക്ക് വല്യമ്മ നാട് മുഴുവൻ വിളിച്ചു പറഞ്ഞു അവരെ വണ്ടി പിടിച്ചിട്ട് പോകാൻ ആൾ വന്നിട്ടുണ്ട്, പറഞ്ഞു അന്നേ സെക്കൻഡ് ഹാൻഡ് എടുത്തോളാം പറഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ ഈ വണ്ടി എടുത്തപ്പോൾ തന്നെ i20 എടുത്തപ്പോൾ തന്നെ ഏട്ടാ റിക്സ് വിട്ടിട്ട് ക്രെറ്റ മേടിച്ചു. അപ്പൊ എന്താ i20നേക്കാൾ വലുത് ക്രെറ്റയാണ്. അപ്പൊ ഇതിങ്ങനെ കേട്ടപ്പോൾ ഞാൻ അമ്മേനെ വിളിച്ചു നോക്കിയാ. അപ്പൊ അമ്മ കാണുന്നോണ്ട് എന്നോട് പറയാ, നിന്നോട് അമ്മയെ പറഞ്ഞതല്ലേ സെക്കൻഡ് ഹാൻഡ് എടുത്താൽ മതി, നീ ഇപ്പൊ അറിവ് പഠിക്കാൻ അവരിപ്പോ പിടിക്കാൻ വന്നില്ലേ. അപ്പൊ അമ്മയ്ക്കൊരു സമാധാനത്തിന് ഞാൻ പറഞ്ഞു, നമുക്ക് അമ്മേ
അമ്മേനെ മോനെ ഈ ബിസിനസ്സിലൂടെ ഈ വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചുകൊണ്ട് ഇതേ ബിസിനസ്സിൽ അടുത്ത വണ്ടി മോനെ എടുക്കുന്നത് ഞാൻ സത്യത്തിൽ അമ്മയ്ക്ക് മോട്ടിവേഷൻ കൊടുത്തു. അമ്മ തീർച്ചയായിരിക്കും മോട്ടിവേഷൻ, മോനെ നീ ഇത് വെച്ചിട്ട് വേറെ ഒന്നും എടുത്തില്ലെങ്കിൽ പിടിച്ചിട്ട് പോകാണ്ട് നോക്കിയാൽ മതി, കാരണം നാണക്കേടാണ്. എന്റെ അമ്മ ആ വണ്ടി കയറി മുന്നിലിരിക്കുകയില്ല, പുറകിലേ ഇരിക്കുള്ളൂ. അമ്മയെ മുന്നിലിരിക്കുന്നു എന്നാ പറയൂ. ഇപ്പൊ മുമ്പിലിരുന്ന് ജനിച്ചിരുന്നിട്ട് 2 മാസം കഴിഞ്ഞ് പിടിച്ചു പോയാൽ പിന്നെ ഉടനെ കൊണ്ടുവന്നാണ്. അത്രയും വിശ്വാസമില്ലായിരുന്നു. പക്ഷെ ഈ ബിസിനസിന്റെ പൊട്ടൻഷ്യൽ ഉള്ളതുകൊണ്ട് അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പറഞ്ഞു. ഇന്ന് ഞാൻ വന്നതും അതേ ജീപ്പ് കോമ്പസ് സെക്കൻഡ് ആയിട്ട് ജീപ്പ് കോമ്പസ്. അപ്പൊ ഫംഗ്ഷൻ പ്രോഗ്രാം ആവുമ്പോഴേക്ക് ഒരു വണ്ടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. വിചാരിച്ചപോലെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രോഗ്രാം നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. 1 കോടിക്ക് മുകളിൽ വില വരുന്ന ഈ ക്ലാസ് മറ്റൊന്നുമല്ല. 750 രൂപയ്ക്ക് കൂലിക്ക് നാട്ടിൽ പണിയെടുത്ത അതേ നാട്ടുകാർ മുഴുവൻ നമ്മളെ കാണുമ്പോൾ ടാറ്റ നമ്മൾ വണ്ടി നിർത്താതെ പോയ സമയമുണ്ട്. കാരണം ഈ ബിസിനസ് പറയുന്നത് പേടിച്ചിട്ട് പലരും ഫോൺ എടുക്കാത്ത ആളുകളുണ്ട്. അവരുടെ മുമ്പിൽ ഈ ക്ലാസ് ഒക്കെ കൊണ്ട് നിർത്തും. അവരിങ്ങനെ മറ്റുള്ളവരിങ്ങനെ കൊണ്ടുപോകുന്നതേ അവർ കണ്ടിട്ടുള്ളൂ. നമ്മൾ നിർത്തുമ്പോൾ അവരിങ്ങനെ വരണം, കയറാൻ വേണ്ടിയിട്ട്. അടുത്ത് വരുമ്പോൾ വേണം, സമയമില്ല പിന്നെ കാണാന്ന് പറഞ്ഞിട്ട് അവർക്ക് തിരിച്ചൊരു ചാറ്റ വാശികൾ എപ്പോഴും തീർക്കാനുള്ളതാണ്. ശരിയല്ലേ? വാശി തീർക്കാൻ നമുക്ക് പറ്റാത്തതിന്റെ കാരണം എന്താ? നമ്മളെ വാശി പിടിപ്പിച്ച ആളുകളെക്കാൾ നമ്മൾ വളരാത്തത് കൊണ്ടാണ്.